ദാനിയേൽ പ്രവചനം 5-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം വായിക്കും. Let's move on to the prophet in the book of Daniel, the 27th verse of chapter 5. Tekel, thou art weighed in the balances and are found wanting. തെക്കേൽ എന്ന് വെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the name of God. തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. The word weighed in the balances and found wanting. BC 539 നടന്ന ഒരു സംഭവമാണ് ഈ വാക്യത്തിന്റെ പശ്ചാത്തലം. The backdrop of this passage is an event that took place in BC 539. ലോകത്തെ ഭരിച്ചിരുന്ന പ്രബല സാമ്രാജ്യങ്ങളിൽ ഒന്നായിരുന്ന ബാബിലോൺ സാമ്രാജ്യത്തിൽ അത് ബെൽഷസ്സർ എന്ന രാജാവ് ഭരിക്കുന്നതായ കാലം. It was the regime of Belshazzar, who was one of the most famous emperors over Babylonian kingdom. അവൻ ജീവനുള്ള ദൈവത്തെ വിശ്വാസമില്ലാത്തവനും ദൈവഭയവും ഇല്ലാത്തവനുമായ ഒരു രാജാവായിരുന്നു. He did not have any faith on the living God. Further, he did not have any faith on God. അവന്റെ പിതാവ് യെരൂശലേം ആക്രമിച്ച് അവിടെ നിന്ന് കൊണ്ടുവന്ന ആലയത്തിലെ വിശുദ്ധ ഉപകരണങ്ങളും പാത്രങ്ങളും ഒക്കെ അവന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു. His father attacked to Jerusalem and he looted the vessels, the holy ones from the temple, and he had those things under his custody now. ഒരിക്കൽ അവൻ തന്റെ പ്രഭുക്കന്മാർക്കും പ്രധാന ആളുകൾക്കും 1000 പേർക്ക് ഒരു വിരുന്ന് കഴിച്ചു. On a particular occasion, he conducted a royal banquet for thousand lords and nobles. വീഞ്ഞു കുടിച്ച് മതോന്മത്തരായി എല്ലാം മറക്കുന്ന, ദൈവത്തെ മറക്കുന്ന നിമിഷത്തിലേക്ക് എത്തിച്ചേർന്നു. And they came to an occasion when they had this wine, they forgot God because they were completely intoxicated. പെട്ടെന്നാണ് അവന്റെ ദുഷ്ടതയുടെ ആധിക്യം എന്ന വണ്ണം അവന് ഒരു ദുർചിന്തയുണ്ടായി. All of a sudden, as an intensity of his wickedness, he had a foul thought. അവൻ അതുവരെയും ചെയ്തിരുന്ന ജീവിതവും ഇപ്പോഴത്തെ വീഞ്ഞുകുടിയും തന്നെയും ദൈവത്തിന് പ്രസാദകരമായിരുന്നില്ല, ദൈവകോപത്തെ വിളിച്ചു വരുത്തുന്ന ഒന്നായിരുന്നു. With the life that he had led thus far and the way that whereby he brought forth the indignation of God. ഇതിലുപരിയായി ഇപ്പോൾ തോന്നിയ ദുർബുദ്ധി ദൈവത്തിന്റെ അതിഭയങ്കര ന്യായവിധിയെ തൽക്ഷണം വിളിച്ചു വരുത്തത്തക്ക ഒന്നായി. Apart from all these things, the foul thought that crept into him paved the way for the indignation of God to come upon him nigh. അവൻ ആളെ അയച്ച് യെരൂശലേം ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിരുന്നതായ വിശുദ്ധ പാത്രങ്ങൾ, ആലയത്തിലെ യഹോവയെ ആരാധിപ്പാനായി ഉപയോഗിച്ചിരുന്ന വിശുദ്ധ പാത്രങ്ങളെ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. He sent people and he ordered them to bring the holy vessels which are used for the purpose of Jerusalem to be brought here. ആ പാത്രത്തിലേക്ക് വീഞ്ഞ് പകർന്നിട്ട് അവനും കുടിച്ചു, അവന്റെ ഭാര്യമാർ കുടിച്ചു, വെപ്പാട്ടികൾ കുടിച്ചു. ആ വിശുദ്ധ പാത്രങ്ങളെ അവൻ മലിനമാക്കി. Wine was poured into the different vessels and it was had by his wives, concubines and the nobles. സകലത്തെയും ഭരിക്കുന്ന, എല്ലാവർക്കും ജീവനും വിശ്വാസം കൊടുക്കുന്ന, ഒരുവനെ രാജാസനത്തിൽ ഇരുത്തുകയും നിൽക്കുകയും ചെയ്യുന്ന ദൈവത്തിന് ഇത് അത്യന്തം ദുഃഖകരമായി. It is a very God who rules over everything. The Lord appoints a righteous king on a throne, and he was quite displeased with this very act. വിചാരണ കൂടാതെ ആരെയും നീക്കിക്കളയുവാൻ അധികാരമുള്ള ദൈവം ഉടൻ തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു നടപടിയെടുക്കുകയായി. It is a very God who has got authority to remove a person from the throne without making an inquiry. All of a sudden, he executed punishment. യോബിൽ വായിക്കുന്നത് പോലെ ദൈവം ഒരുവനെ ന്യായവിധിക്കുവാൻ അവനെ വിചാരണ സ്ഥലത്തേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല ദൈവത്തിന്. As we read in the book of Job, not execute judgment upon a person, the Lord need to bring him to the place of inquiry. അവനെ ഒരു കോടതിയിൽ കയറ്റുന്നതിനോ ഒരു ന്യായാധിപൻ മുൻപാകെ നിർത്തേണ്ട ആവശ്യം ദൈവത്തിനില്ല. The Lord need not to have the need to present him for trial or to place him before a judge. ഒരു മനുഷ്യനെ കൊണ്ട് അവനെ വിധിന്യായം വായിപ്പിക്കേണ്ട ആവശ്യം, എഴുതിപ്പിക്കേണ്ട ആവശ്യം ദൈവത്തിനില്ല. There's no need for the Lord to write the sentences of verdict and to bear doubt before anybody. അതെ, ദൈവം താൻ തന്നെ വിധി പ്രഖ്യാപിച്ച് വിധി എഴുതി. God himself wrote the verdict. He himself pronounced the verdict. ആ വിരുന്നുശാലയെ പ്രകാശിപ്പിക്കുന്ന അതേ വിളക്കുകളുടെ വെളിച്ചത്തിൽ ആ കുമ്മായം പൂശിയ ചുവരിൽ പെട്ടെന്ന് ഒരു കരം വെളിപ്പെട്ടു. It is the illuminated walls, the lime-bound walls. All of a sudden, a hand appeared and wrote something.
ഒരു കൈപ്പത്തി അല്ലാതെ മറ്റൊന്നും കാണാൻ കഴിഞ്ഞില്ല. ആ കൈപ്പത്തി ആ ചുവരിന്മേൽ എഴുതി. They noticed only a palm of hand. It was not something else visible that wrote something on the wall. ആ ചുവരെഴുത്തും കൈപ്പത്തിയും കുറേയേറെ നേരം അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ദൃശ്യമായി. For some time, the very hand that wrote and the writing remained then, it was visible to all. അതേ ബേൽശസ്സർ രാജാവ് ഭയന്നു. King Belshazzar became panic striken. അവന്റെ ആ അരിയിലെ ഏപ്പ് ആടിപ്പോയി എന്നാണ്. It is said that അരിയിലെ ഏപ്പ് ആടി, even his loin, the waist got shattered. അവന്റെ കാലുകൾ വിറച്ചു. His legs, feet got shattered. അവൻ ഭയന്ന് നടുങ്ങി. He was afraid of and panic ഈ stricken. കാണുന്ന കാഴ്ചയെ അവന് ഒന്നും വിശദീകരിക്കാൻ കഴിയുന്നില്ല. He was not to explain the very sight that is before him. എങ്കിലും എന്തുകൊണ്ട് ഉൾപ്രേരണയിൽ എഴുതിയിരിക്കുന്നത് അവന് വിരോധമായ ഒന്നാണെന്ന് അവന് തോന്നി. However, something that is written on the wall that seems to be a strange phenomenon to him. എഴുതിയിരിക്കുന്നത് എന്തെന്നറിയുവാൻ അവന് തിടുക്കമായി. And he made haste to understand the meaning of it. എഴുതിയിരിക്കുന്നതിന് വശമുള്ള ഭാഷയല്ല. But the language is quite, it is not familiar to him. അവൻ ശകുനവാദികളെയും മറ്റ് വിദ്വാൻമാരെ ഒക്കെ വിളിച്ചു വരുത്തി അവർക്കാർക്കും ആ എഴുത്ത് വായിപ്പാൻ They കഴിയുന്നില്ല. brought forth all the men of divination and the occults, but they could not interpret the meaning. അവന്റെ പിതാമഹന്മാരുടെ കാലത്തെ സംഭവം അറിയാവുന്ന ഒരു രാജ്ഞിയായിരുന്നു അവൾ ഉണ്ടായിരുന്നത്. രാജ്ഞി ആ വിരുന്നുശാലയിലേക്ക് വന്നു. There was a queen who was also alive. Even she has been there during the time of his own father, and she also came to the banquet hall. അവളുടെ അഭിപ്രായ നിർദ്ദേശമനുസരിച്ച് ദാനിയേൽ എന്ന വിശുദ്ധനെ വിളിച്ചു വരുത്തി. According to instruction guidelines, it said Daniel was brought forth. ദാനിയേൽ വന്ന് ഒരു ആമുഖം രാജാവിനോട് സംസാരിക്കുകയാണ്. Daniel came then, he made a preface before the king. അർത്ഥം അറിയാമെന്നുവരികിലും അവനോട് കാര്യങ്ങൾ അല്പം മുമ്പേ വിവരിക്കേണ്ടത് ഒരു ദൈവികമായ പ്രേരണയായിരുന്നു. Even though he knows the meaning, it is obligatory and it is a divine will that he should give him an introduction. എന്തുകൊണ്ടെന്നാൽ എഴുതപ്പെട്ട വിധിന്യായം വായിച്ചു കഴിഞ്ഞ് ഒട്ടും താമസിക്കാതെ അവൻ വധിക്കപ്പെട്ടു. Because once that verdict is read out without much delay, he will be assassinated. അതുകൊണ്ട് വിധിന്യായം വായിക്കും മുമ്പേ ഒരു മുഖവര അല്പം ചുരുക്കമായി തന്നെ ദാനിയേൽ അവനെ പറഞ്ഞു കേൾപ്പിച്ചു. Therefore, before reading the verdict, all of a sudden he had given a brief introduction. അവന്റെ വല്യച്ഛനായ നെബൂഖദ്നേസർ രാജാവ് എത്ര പ്രതാപവാനായിരുന്നുവെന്നും He understood that his own father, he was so glorious. അവൻ ജീവനുള്ള ദൈവത്തെ ത്യജിച്ചതിന് ഫലമായി ഉണ്ടായ ന്യായവിധി എന്തെന്നും As he had denied the living God, what was the punishment that was meted out to him? ഒടുവിൽ സ്വർഗ്ഗത്തിലെ ദൈവത്തെ അവൻ തന്റെ വാഗൊണ്ട് വാഴ്ത്തി സ്തുതിക്കുന്നവരെയും അവനൊരു തികച്ചും ഭ്രാന്തനായി കഴിയേണ്ടി വന്നു എന്നുള്ളത് അവനെ ഓർപ്പിച്ചു. And finally, till he had glorified the living God, he became insane. That history was detailed out before him. ഇതേ സംബന്ധിച്ചൊക്കെ അറിവുണ്ടായിരുന്നു കൂടെയും നീ ഈ അതിഭയങ്കരമായ പാപം ചെയ്തു ഇരിക്കുന്നു എന്നുള്ളത് അവനെ ഓർപ്പിച്ചു. Even though you had got the pre-knowledge of these episodes, you had committed a very heinous crime. അതെ, ആ വിധിന്യായം വായിക്കും മുമ്പേ ദാനിയേൽ തന്നെ 2-3 കുറ്റപത്രം അവന് കൊടുക്കുകയായി. Before reading that verdict, Daniel himself presents a few charge sheets. അതിലൊന്നാമത്തേത്, ഇതൊക്കെയും അറിഞ്ഞിട്ടും നിന്റെ ഹൃദയത്തെ നീ താഴ്ത്തിയില്ല. Of which the first thing is that even after knowing everything, you did not humble your heart. രണ്ടാമത്, നിന്റെ പിതാമഹനുണ്ടായ ദൈവന്യായവിധിയെക്കുറിച്ച് നല്ല അറിവുള്ള നീ അവന്റെ ജീവിതത്തിലെ ആ വിഷയങ്ങളിൽ നിന്ന് ഒരു പാഠം പഠിച്ചില്ല. Secondly, the judgment that came upon your forefather was known to you. However, you did not learn a moral therefrom. മൂന്നാമതായി, ജീവനുള്ളൊരു ദൈവമുണ്ടെന്ന് നീ കേട്ടിരിക്കെ, അതെ 23-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് കാണുന്നത് പോലെ കാണുവാനും കേൾപ്പാനും അറിവാനും വഹിയാത്ത പൊന്ന്, വെള്ളി, താമ്ര, ഇരുമ്പ്, മരം, കല്ലെന്നു വേണ്ടിയുള്ള ദേവന്മാരെ നീ സ്തുതിച്ചു. And the third statement is that although you have heard that there is a living God, ignorant the same, you worshipped a God. It has got eyes but that cannot see, ears that cannot hear, but a heart that cannot know. You worshipped such gods. നിന്റെ ശ്വാസവും എല്ലാ വഴികളും കൈവശമുള്ളവനായ ദൈവത്തെ നീ മഹത്വീകരിച്ചില്ല. You did not glorify the God in whose hand your breath is. ആമുഖമായി ഇത്രയും കാര്യങ്ങളും കുറ്റപത്രവും തയ്യാറാക്കിയ ശേഷം അവന്റെ വിധി ദാനിയേൽ വായിച്ചു കേൾപ്പി. After giving such an introduction, a reading of the charge sheet, and the verdict was pronounced. അതുകൊണ്ട് ദൈവം തന്റെ കൈപ്പത്തി അയച്ച് നിന്റെ വിധി ഇവിടെ എഴുതിയിരിക്കുകയാണ്. Therefore the Lord has sent his hand, and the judgment is written upon the wall. 25-26 വാക്യങ്ങൾ നാം വായിക്കുന്നു. എഴുതിയിരിക്കുന്ന എഴുത്തോ മെനെ മെനെ തെക്കേൽ ഉഫർസി,
In verses 25 and 26 we read, this is a writing, mene tekel ufasin. കാര്യത്തിന് അർത്ഥമാവിത് മെന എന്ന് വെച്ചാൽ ദൈവം നിന്റെ രാജ്യത്തെ എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. This is the meaning of that one, mene, which means God hath numbered the kingdom and finished it. തെക്കേൽ എന്ന് വെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. Tekel means the one weighed in the balances and found wanting. പെരേസ് എന്ന് വെച്ചാൽ നിന്റെ രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും വാസികൾക്കും കൊടുത്തിരിക്കുന്നു. Peres means thy kingdom is divided and given to the Medes and Persians. മൂന്ന് പ്രധാനപ്പെട്ട വാക്കുകളിൽ അവന്റെ വിധിന്യായം ദൈവം ചുരുക്കമായി ഭിത്തിയിൽ എഴുതി കാണിച്ചു. The judgment has been consistent in three important words and it was shown to him. അതിൽ രണ്ടാമത് കാണുന്ന വാക്യമാണ് വാക്കാണ് കുറിവാക്യമായിട്ട് വായിച്ചത്. Which is second term was read as the key words. 27 വാക്യം Verse 27. തെക്കേൽ എന്ന് വെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. Tekel means the one weighed in the balances and found wanting. ബേൽശസ്സർ രാജാവ് പല കാര്യങ്ങളും അറിയാവുന്നവനും പല കാര്യത്തിലും ശ്രേഷ്ഠനുമായിരുന്നു. King Belshazzar was a highly familiar king, a famous king. He knew many things. അതെ, അവൻ പലരുടെയും ദൃഷ്ടിയിൽ നല്ല വെയിറ്റ് ഉള്ളവനാണ്. It is the sight of many people. He was weighty. അവന് ഒന്നിനും കുറവുണ്ടായിരുന്നില്ല. He did not want anything. അവന് ധനമുണ്ടായിരുന്നു, He had wealth, അധികാരമുണ്ടായിരുന്നു, he had authority, സിംഹാസനം ഉണ്ടായിരുന്നു, he had throne, കൊട്ടാരം ഉണ്ടായിരുന്നു, he had got palace, സൈന്യമുണ്ടായിരുന്നു, he had army, രാജ്യമുണ്ടായിരുന്നു. he had empire. അവൻ എല്ലാം ഉണ്ടാവുള്ളവനായിരുന്നു. He possessed everything. അവനെ കണ്ടവരൊക്കെയും അവന് ഒരു കുറവുമില്ല. അവന് നല്ല വെയിറ്റാണ് കൊടുത്തത്. All who observed him considered that he did not lack anything. Therefore they honored him. പക്ഷേ ദൈവത്തിന്റെ ത്രാസിനെ തൂക്കിയപ്പോൾ ദൈവം പറയുന്നു, ഞാൻ നിന്നെ കുറവുള്ളവനായി കണ്ടു. Once he was weighed in the balances of God, the Lord says, the one wanting. അതെ, ദൈവത്തിന്റെ കയ്യിൽ ഒരു ത്രാസ് ഉണ്ട്. Yes, it is in the hands of God. There's a pair of balances. ഈ ലോകത്തിലെ കാഴ്ചപ്രകാരം നല്ല വെയിറ്റുള്ളവർ അതേ ദൈവത്തിന്റെ തുലാസിൽ പൊങ്ങിപ്പോകും, വെയിറ്റില്ലാത്തതുകൊണ്ട്. The people who are weighty in the balance of the world, they'll be wanting in the balances of God. സങ്കീർത്തനക്കാരൻ 62:9 പറഞ്ഞിരിക്കുന്നത്, In Psalm 62, the first verse, the psalmist says, സാമാന്യജനം മാത്രമല്ല ശ്രേഷ്ഠജനം പോലും ദൈവത്തിന്റെ തുലാസിൽ പൊങ്ങിപ്പോകുമെന്നാണ്. it is not ordinary people, even excellent ones will be wanting in the balances of God. അവർ ഒരു ശ്വാസത്തെക്കാൾ ലഘുവത്രേ എന്ന് രേഖപ്പെടുത്തിയിരിക്കുക. It is written that they will be simpler than even a breath. ഈ ലോകത്തിൽ എത്ര ആരോഗ്യമുണ്ടെങ്കിലും സമ്പത്തുണ്ടെങ്കിലും അധികാരമുണ്ടെങ്കിലും ദൈവത്തിന്റെ തുലാസിൽ അവന് കേവലം ഒരു ശ്വാസത്തെക്കാൾ ഭാരം ഒട്ടുമില്ല. Even though they have got tall claims, mighty things and wealth in the world, it is the pair of balances of God, they are simpler than a breath. മനുഷ്യൻ പണം കൊണ്ട് പ്രശംസിക്കരുത്, അധികാരം കൊണ്ട് അതേ മതിമറന്നു പോകരുത് എന്ന് ഈ പാഠം നമ്മളെ മുന്നറിയിപ്പ് തരികയാണ്. This lesson gives us a note of caution that because of the wealth and authority, man should not forget himself, he should not be lofty spirited. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നാം വളരെ വെയിറ്റുള്ളവരായി, നമ്മുടെ തന്നെ ദൃഷ്ടിയിൽ നമ്മളേതോ മഹാന്മാരായി തോന്നിയാലും ദൈവത്തിന്റെ തുലാസിൽ നാം കുറവുള്ളവരായി തീരാം. Even in the sight of others, it may seem to us that we are weighty. Even in the presence of others, it may seem to us that we are powerful. It is in the balances of God we may be wanting. തിരിച്ച് ലോകത്തെ ദൃഷ്ടിയിൽ നാം പോഷന്മാരോ നാം ഭാരരഹിതരോ ഏതുമില്ലാത്തവരോ തോന്നിയിരുന്നാലും, നാം നമ്മുടെ ദൃഷ്ടിയിൽ അതേ എളിയവരായി തോന്നിയിരുന്നാലും ദൈവത്തിന്റെ തുലാസിൽ നാം കുറവില്ലാത്തവരായി കണ്ടെത്തപ്പെടുമെങ്കിൽ ഭാഗ്യവാന്മാരായിരിക്കും. Paradoxically enough, even though in the sight of God, in the observation of God, we do not have weighty matters, we are foolish people. In the sight of God, in the pair of balances of God, if you are weighty, you will be honored. ദൈവത്തിന്റെ കയ്യിൽ ഒരു തുലാസുണ്ട്. It is in the hands of God. There's a pair of ആ തുലാസിൽ തൂക്കുന്നത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല. It is not an ordinary thing that one is weighed in the balance. യെശയ്യാ 40:12-15 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ, Coming to Isaiah chapter 40, verses 14 and 15. ദൈവത്തിന്റെ തുലാസിൽ അവൻ കുന്നുകളും പർവ്വതങ്ങളൊക്കെയാണ് തൂക്കുന്നത്. We understand the Lord is weighing the shortcomings, weaknesses in His balance. 15ാമത്തെ വാക്യത്തിൽ 15th verse. അതെ, ഇതാ ജാതികൾ തുലാക്കൊട്ടയിലെ ഒരു തുള്ളി പോലെയും തുലാസിലെ ഒരു പൊടി പോലെയും അവന് തോന്നുന്നു. The nations are as a drop of a bucket and are counted as the small dust of the balance. ഇതാവൻ ദ്വീപുകളെ ഒരു മണൽത്തിരി പോലെ എടുത്തു പോകുന്നു. Behold, he takes the isles as a very little thing. ലോകത്തിലെ സകല ജാതികളും തുലാക്കൊട്ടയിലെ ഒരു തുള്ളി വെള്ളം പോലെയാണ്. In all the nations of the world, they're like a drop of water in the bucket. തുലാക്കൊട്ട എന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ടോ? And ഞാൻ കണ്ടിട്ടുമുണ്ട്, അതിൽ വെള്ളം കോരിയിട്ടുമുണ്ട്. I have seen, I can draw water in the same. പണ്ട്
ഉണ്ടായിരുന്ന വെള്ളം കോരാനുള്ള ഒരു സംവിധാനമായിരുന്നു അത്. There was a system whereby water would be carried. മരം കൊണ്ടുണ്ടാക്കിയതായ നല്ല ചതുരത്തിലുള്ള ഒരു വലിയ പാത്രമാണ്. That is a square cage made with wood. അത് ഒരു വലിയ ഒരു തടിക്കഷണത്തിന്റെ ഒരു അറ്റത്ത് കെട്ടി തൂക്കിയിരിക്കും. That would be tied at the tip of a wooden plank. അതിന് മറുഭാഗത്ത് ഏതെങ്കിലും കല്ലോ ഭാരമുള്ള വസ്തുക്കളെ വെച്ചിരിക്കും. At the counter side, a weighty matter should be tied with. ആ കയറെ പിടിച്ച് ലഘുവായിട്ട് താത്തിയാൽ ഈ നമ്മുടെ ചെക്ക് പോസ്റ്റിലെ സംവിധാനം പോലെയാണ്. And like the rope, if you take that one and is simply low down, it is like the arrangement made at check post. ലഘുവായിട്ടൊന്ന് താഴ്ത്തിയാൽ ആ ബക്കറ്റ് നിറച്ച് വെള്ളം ഉയർന്നു വരും. Simply lower that one and you can find the container full of water. അത് ഞാൻ കണ്ടിട്ടുമുണ്ട്. അത് വെള്ളം കോരി കുളിച്ചിട്ടുമുണ്ട്. I have seen that one further. I drew water and had body. പണ്ടത്തെ സംവിധാനം. പിന്നീടാണ് കപ്പിയും കയറും. That was the former days arrangement. After that rope and pulley. പിന്നെ അതെല്ലാം വിസ്മൃതിയിലായി, എല്ലാം ഒരു ബട്ടണയിലായി. Now everything is outdated, everything is in the button. എന്നാൽ വലിയ തുലാക്കൊട്ട് എന്ന് പറഞ്ഞാൽ വലിയ എത്രയോ തൊട്ടി വെള്ളം അതിനകത്ത് സാധാരണ ബക്കറ്റ് വെള്ളം കൊള്ളും. അതിനകത്തെ ഒരു തുള്ളി വെള്ളം പോലെയുള്ളൂ സകല ജാതികൾ. It is that wooden basket. That means you can find the buckets full of water, and here all nations are like unto a drop of water. അതുപോലെ സകല ജാതികളും ദൈവത്തിന്റെ തുലാസിലെ ഒരു പൊടി പോലെ മാത്രമേ ഉള്ളൂ. In the same way, all the nations on in the balances are gone like a dust. ഈ തുലാസിൽ അവൻ നമ്മളെ തൂക്കുന്നു എന്നുള്ളത് നാം എത്ര ഭയത്തോടെ ഓർക്കേണ്ട ഒരു സംഗതിയാണ്. With a terrific fashion, we have to remember that the Lord is weighing us in His balance. എന്താണ് അവൻ തൂക്കി നോക്കുന്നത്? What is it that He weighs? നമ്മുടെ നടപ്പും പ്രവൃത്തി അവൻ തൂക്കി നോക്കുന്നു. The dealings and movements the Lord is weighing. നമ്മുടെ 2007 വർഷത്തിന്റെ അവസാന മാസത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. We almost come to the fag end of the days of 2007. കൂടാതെ നാം കർത്താവിന്റെ വരവിനോട് ഏറ്റവും അടുത്ത് വന്നിരിക്കുകയാണ്. Furthermore, we have come closer to the coming of the Lord. നമ്മുടെ ദൈവം നമ്മുടെ മധ്യേ ഒരു തുലാസമായി വന്നിരിക്കുന്നു. Our Lord is paid visit with a pair of അവൻ balances. ഇന്ന് നമ്മളെ ആ തുലാസിൽ തൂക്കിയാൽ എന്തായിരിക്കും ഫലം? Today, if the Lord weighs us in His balance, what shall be found? അതെ, കഴിഞ്ഞ ഒരു വർഷത്തെ മുഴു ജീവിതത്തെ നമ്മൾ നോക്കിയിട്ട് നമ്മുടെ നടപ്പും പ്രവൃത്തികളും അവൻ തുലാസിൽ തൂക്കിയാൽ എന്തായിരിക്കും ഫലം? After observing our life, our dealings, our movements of the current year, if the Lord weighs us in the balance, what shall be the outcome? നമ്മൾ അനേകരെ ആ തുലാസിൽ തൂക്കിയാൽ ഒരു ശബ്ദം കേൾക്കാം, തെക്കേൽ തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി If കണ്ടിരിക്കും. the Lord weighs us in His balance, there will be a voice that will come out to Him, tekel, which means the what weighed, the what found wanting. നമ്മുടെ ജീവിതം കുറവുള്ളതായിരിക്കാൻ വേണ്ടി അല്ല ദൈവം നമ്മളെ The വിളിച്ചിരിക്കുന്നത്. Lord has not called us to be wanting in our life. ഈ ലോകത്തിന്റെ വഴിയിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും ചർച്ചക്കാരിൽ നിന്നൊക്കെ ദൈവം നമ്മൾ വിളിച്ചു വേർതിരിച്ചത് ഒരു വലിയ ഉദ്ദേശത്തോടു The കൂടിയാണ്. Lord has called us, separated us from the kindred ways of this world, that we may be full in the balance. നമ്മളെ സംബന്ധിച്ച് ദൈവത്തിന് ഉയർന്ന പ്രതീക്ഷയാണ് ഉള്ളത്. God has got a greater expectation concerning us. നമ്മളിൽ നിന്ന് അവൻ പ്രതീക്ഷിക്കുന്നത് ഒരു ഉന്നത നിലവാരമാണ്. The Lord is expecting an excellent standard of us. പക്ഷേ പലപ്പോഴും അവന്റെ തുലാസിൽ നാം കുറവുള്ളവരായി മാറിക്കൊണ്ടിരിക്കുന്നു. Time and again we are wanting in the balances of God. ജീവിതത്തിന്റെ പ്രാഗൽഭ്യമാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. The Lord is expecting a total confidence from our life. ഒരു പഴയ വിശുദ്ധനായ യോബിന്റെ പ്രാഗൽഭ്യത്തെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും. We are able to understand the hope of the Old Testament saint Job. യോബിന്റെ പുസ്തകം 31 അധ്യായം മുഴുവനായി നാം വായിക്കുമ്പോൾ Book of Job, altogether the 31st chapter. കേവലം ഒരു പഴയ വിശുദ്ധനായിരുന്ന യോബിന് അവന്റെ ജീവിതത്തെക്കുറിച്ച് എത്ര ഒരു പ്രാഗൽഭ്യം ഉണ്ടായിരുന്നു നമുക്ക് കാണാനായിട്ട് കഴിയും. Job is simply an Old Testament saint. He had got a great hope concerning his life. 31 വാക്യം വായിക്കും. The 6th verse says, Let me be weighed in an even balance, that God may know mine integrity. ദൈവം എന്റെ പരമാർത്ഥത അറിയേണ്ടതിന് ഒത്ത ത്രാസിൽ എന്നെ തൂക്കി നോക്കുമാറാകട്ടെ. എന്നെ ഒത്ത തുലാസിൽ തൂക്കി നോക്കട്ടെ. May the Lord weigh me in an even balance, എന്റെ പരമാർത്ഥത തെളിയിക്കപ്പെടുവാൻ, whereby my integrity may be proved. ഈ വാക്യം വായിക്കുമ്പോൾ എന്റെ ഹൃദയം വിറയ്ക്കുന്നു. When I read this portion of scripture, I am shocked at my heart. കേവലം പഴയ വിശുദ്ധനായ യോബിന് പോലും ദൈവത്തിന് മുൻപാകെ നിവർന്നു നിന്നുകൊണ്ട് എന്റെ പരമാർത്ഥത തെളിയേണ്ടതിന് വേണ്ടി ദൈവം എന്നെ ഒത്ത ത്രാസിൽ തൂക്കി നോക്കിക്കൊള്ളട്ടെ എന്ന് അവൻ പറയുകയാണ്. Concerning this case, that is an Old Testament saint Job, he is boldly standing before the presence of God, says then, in order to prove my integrity, may the Lord weigh me in an even balance. അവന്റെ ജീവിതത്തിലെ നടപ്പും പ്രവൃത്തികളും ഒന്നൊന്നായി തുലാസിലേക്ക് എടുത്തു വെക്കുവാൻ അവന് യാതൊരു ശങ്കയുമില്ല. He did not have any reluctance to present every moment, every dealing, every activity of his life in the balances of God. അവന്റെ ശരീരത്തിന് ഓരോ അവയവങ്ങളെ പോലും അവന് അതേ തുലാസിൽ തൂക്കി
കുറവില്ല എന്ന് തെളിയിക്കുവാനുള്ള തന്റെ അവനുണ്ട്. Even he is prepared, he dares to keep every member of the body in the balances of God and say that it is weighty. 5-ാം വാക്യത്തിൽ എന്റെ കാല വഞ്ചനയ്ക്ക് ഓടിയിട്ടില്ല. Coming to 5th verse, he says that my legs did not walk to vanity. 7-ാം വാക്യം എന്റെ കാലടി വഴിവിട്ടു മാറിയിട്ടില്ല. 7th verse, my step had not turned out of the way. 7-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് എന്റെ കൈക്കൊരു കറയും പറ്റിയിട്ടില്ല. And second portion, and no blot cleft to my hands. അതെ, അവന്റെ 1-ാം വാക്യത്തിൽ എന്റെ കണ്ണുമായി ഞാൻ നിയമം ചെയ്തിട്ടുണ്ട്, അത് ഒരു കന്യകയെ നോക്കി ഞാൻ മോഹിച്ചിട്ടില്ല. The first verse says, then I made a covenant with my eyes, that is, I did not look at a woman with lustfully. 9-ാം വാക്യത്തിന്റെ ഹൃദയം ഒരിക്കലും ഒരു അന്യ സ്ത്രീകൾ ഭ്രമിച്ചു പോയിട്ടില്ല. 9th verse says that mine heart is not deceived at a strange woman. തീർന്നില്ല, അവന്റെ പ്രാഗൽഭ്യം ഓരോന്നോരോന്ന് അവൻ എടുത്തെടുത്ത് ക്ലാസ്സിൽ വയ്ക്കുക. The detailed list continues. His boldness, his ray of hope, he presents in the balance one after another. 13 മുതൽ പറയുകയാണ്, എന്റെ ദാസനോ ദാസിയോ എന്റെ വേലക്കാരോട് ഞാൻ അന്യായം ചെയ്തിട്ടില്ല. And for verse number 30 he says that I did not deal in an unjust fashion with my men servants or maid servants. എന്റെ വീട്ടുവേലക്കാര് എന്നെ പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. I found my own servants as myself. 15-ാം വാക്യത്തിൽ പറയുന്നത്, എന്നെ ഉരുവാക്കിയ ദൈവം തന്നെയാണ് അവർ ഉരുവാക്കുന്നതായ കാഴ്ചപ്പാടോട് ഞാൻ ഇടപെട്ടിട്ടുണ്ട്. In the 15th verse he says that with the clear vision that the very God who formed me had formed them too. 16-ാമത്തെ വാക്യത്തിൽ ഒരു ദരിദ്രനോ അനാഥയ്ക്കോ എന്റെ അംശം ഞാൻ കൊടുക്കാതിരുന്നിട്ടില്ല. At the 16th verse he said, I did not cease to give the portion to a widow or an orphan. ആഹാരം വെച്ചിട്ട് അനാഥന് കൊടുക്കാതെ ഞാൻ തനിയെ കഴിച്ചിട്ടില്ല. He says that on have eaten my morsel myself alone. I did not leave away from giving the poor. ഒരു ദരിദ്രൻ അതേ പുതപ്പില്ലാതെ തണുപ്പ് സഹിക്കുന്ന കണ്ടിട്ട് ഞാൻ പുതപ്പ് കൊടുക്കാതിരുന്നിട്ടില്ല. When a poor man I experienced that he was undergoing the winter's coldness, but I had given him clothing. അതേ, നഗ്നത മറയ്ക്കുവാൻ വേദന വസ്ത്രമില്ലാത്തവന് ഞാൻ വസ്ത്രം കൊടുത്തിട്ടുണ്ട്. I had given the people to cover his nakedness, he who is in need. 21-ാമത്തെ വാക്യത്തിൽ ഞാൻ ഒരു സഹായിപ്പാൻ കഴിവില്ലാത്ത എളിയവന്റെ നേരെ എന്റെ കൈ ഞാൻ ഓങ്ങിയിട്ടില്ല. And the first verse he says that I did not raise my hand against the one who is hapless. അതെ, അങ്ങനെ ഓരോന്നും എടുത്ത് തുലാസിൽ വയ്ക്കുക. This is numbering one after another, presenting everything in the balance. ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, നീ ഇത് തൂക്കി നോക്കിയിട്ട് എന്റെ പരമാർത്ഥത അംഗീകരിച്ചുകൂടെ? Now he says to God, Oh Lord, can't you weigh me and approve my integrity? ഞാൻ ഇങ്ങനെയെല്ലാം ജീവിച്ചിട്ടും എനിക്ക് കഷ്ടത എന്തുകൊണ്ട് വന്നു? Even not to maintain this kind of life, why I undergo these kinds of hardship? നീ എന്നെ തുലാസിൽ തൂക്കി നോക്കി കുറവുണ്ടെങ്കിൽ ഏത് ശിക്ഷയേക്കാൻ ഞാൻ തയ്യാറാണ്. If the ways maintain balance, and if I am found wanting, if you execute judgment upon me, I am ready to undergo. എന്റെ മനസ്സാക്ഷിയിൽ നിന്റെ തുലാസിൽ എന്നെ തൂക്കിയാൽ കുറവുള്ളതായി കാണുകയില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. What I am sure in my conscience that if I weighed in thine balance, I will not be found wanting. കർത്താനവരവിനായി കാത്തിരിക്കുന്ന എന്റെ പ്രിയ വിശ്വാസികളെ, Beloved believers who are anxiously waiting for the coming of the Lord. കർത്താനവരവരെ ഏറ്റവും അടുത്തിരിക്കുന്ന കാലയളവിൽ നിങ്ങൾക്കും എനിക്കും ഇതിനേക്കാൾ ഉപരിയായ ഒരു പ്രാഗൽഭ്യം വേണ്ടായോ? These days we are waiting for the coming of the Lord. We need to have more boldness and confidence than this one. നമ്മുടെ നടപ്പുകളെയും പ്രവർത്തികളെയും അവന് തുലാസിൽ വെച്ചാൽ ഇത്തരത്തിൽ ഇയ്യോബിനെ പോലെ ഒരു അവകാശവാദത്തിന് കഴിയുമോ? If we present our own dealings of life in the balances of God, like Job, can we say that I keep my integrity? നമ്മുടെ നടപ്പുകളെയും പ്രവർത്തികളെയും നമുക്ക് നന്നാക്കാം. Let us also rectify, correct our own movements in നമ്മുടെ life. ജീവിതത്തെ അവന് തുലാസിൽ വെക്കുമ്പോൾ കാണിക്കുന്ന കുറവുകളെ നമുക്ക് അതേപടി അംഗീകരിക്കാം. When the Lord weighs us in His balance, what are the shortcomings? Let us correct everything. സ്വപ്ന മൂലമായി, ദർശന മൂലമായി, വചന മൂലമായി, പ്രവചന മൂലമായി, പ്രസംഗ മൂലമായി, തിരുവചനത്തിന് പാരായണം മൂലമായി നിന്റെ കുറവുകൾ ചൂണ്ടിക്കാണിച്ചാൽ മുഴുവനസോടുകൂടെ ഞാൻ കുറ്റക്കാരൻ നമുക്ക് സമ്മതിക്കും. Through dreams, through visions, through serving the word of God, through songs, through different media, when the Lord is speaking to your own shortcomings, let us set them correct. ഒരിക്കലും തിരിഞ്ഞു നിന്ന് അതിന് കാരണം അതാണ് ഇതാണ് ഇന്നാരാണ് ഇന്നതാണെന്ന് ന്യായീകരിക്കാൻ നിൽക്കാതെ, കർത്താവേ, നിന്റെ തുലാസിൽ ഞാൻ കുറവല്ലോ നമുക്ക് താഴ്ത്തി കൊടുത്തുകൂടെ? Instead of turning back and saying that, oh Lord, I could done this and that, and instead of make you vain attempt to justify your stand, why don't you humble yourself and rectify your own wanting? ദൈവത്തിന് ഒരു തുലാസുണ്ട്. It is in the hands of God. There's a pair of balances. അതിൽ നമ്മളെ ഓരോരുത്തരെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് അവൻ കയറി തൂക്കി നോക്കുക തന്നെ ചെയ്യും. Individually one day He will weigh each one of us. അവൻ നമ്മളെ നോക്കിയിട്ട് തെക്കേൽ ഞാൻ നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു എന്ന് പറയാൻ ഇടവരാതിരിക്കട്ടെ. How to weigh is
Let it not be room that the Lord should say that Tekel, the one found and wanting. 2007 കഴിഞ്ഞ വർഷങ്ങളിലെയോ ഇതുവരെയുള്ള ജീവിതത്തിലുള്ള കുറവുകളെ നമുക്ക് പരിഹരിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവമായ ഉടമ്പടിയിലേക്ക് വരാം. Let us come back to a covenant with the Lord whereby let us correct the shortcomings, the pitfalls that had taken place in 2007 or even the past life, and let us come back to the presence of God. ദൈവത്തിൽ തുലാസിൽ അവൻ തൂക്കുന്ന മറ്റൊന്നാണ് നമ്മുടെ ഹൃദയം. And the second thing that the Lord weighs in His balances is our heart. നമ്മളെ പൂർണ്ണമായി അവൻ തുലാസിൽ കയറ്റുമെങ്കിലും നമ്മുടെ ഹൃദയം ഒന്ന് പ്രത്യേകമായി എടുത്ത് തുലാസിൽ തൂക്കി നോക്കുന്നുണ്ട്. Even though the Lord may present us completely in His balances, separately, exclusively, He will weigh our heart. സദൃശവാക്യങ്ങൾ 21 അധ്യായം അതിന്റെ 2ാമത്തെ വാക്യം. Proverbs, the 2nd verse of chapter 21. Every way of a man is right in his own eyes, but the Lord pondereth the heart. മനുഷ്യന്റെ വഴിയൊക്കെ അവന് ചൊവ്വായി തോന്നുന്നു, യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. ഓരോ മനുഷ്യനും അവനവരുടെ വഴി ചൊവ്വുള്ളതാണ്. Every man's way is just to him. വേറെ ആരെല്ലാം ചൂണ്ടിക്കാണിച്ച് അത് ശരിയായില്ല, ഇത് ശരിയായില്ലെന്ന് പറഞ്ഞാലും എനിക്കങ്ങനെ തോന്നുന്നില്ല, എനിക്കിത് ശരിയാണ്. Whomsoever points out saying that is incorrect, that's erroneous, he will say that seems to be correct to me. എന്താണ് ഇതിന് കാരണം? What is the reason? അതെ, അവന്റെ തെറ്റിപ്പോയ ഹൃദയമാണ് അതിന് കാരണം. Because his perturbed heart. അതെ, ആ പാരമ്പര്യമായി ആദമഹവ്വമാരുടെ പാരമ്പര്യത്തിൽ നമ്മുടെ ഹൃദയം തെറ്റിപ്പോയോ ഒരു ഹൃദയമാണ്. Because it is a tradition of Adam and Eve, our heart is a perverted one. ഇസ്രായേൽ ജനത്തെ കുറിച്ച് ദൈവം അതേ പറഞ്ഞിരിക്കുന്നത് പോലെ തെറ്റിപ്പോയി കൂടെ തെറ്റിപ്പോകുന്ന ഒരു ഹൃദയമാണ്. With regard to Israel, the Lord has reported time and again, their hearts became untoward. അതുകൊണ്ടുള്ളതായ ദോഷം എന്താണ്? You know what is the consequence thereby? ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തി ജീവിതം ശരിയെന്ന് തോന്നുകയാണ്. To every man his own life seems to be correct. അതുകൊണ്ട് ഒരുവൻ ശരിയാകുമോ? Therefore will a person be correct? എന്റെ ദൃഷ്ടിയിൽ എന്റെ വഴികളെല്ലാം ചൊവ്വാണെന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ട് അത് ശരിയാകുമോ? In my sight that seems to be that my ways are correct. Does it mean that നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങളുടെ വാക്കുകളെല്ലാം നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നതിനാൽ അതെല്ലാം നല്ലതായിരിക്കുമോ? In your opinion all your words seem to be all right. Do you think that therefore it is correct? ഇല്ലില്ല, ഹൃദയത്തെ തൂക്കി നോക്കുന്നവൻ അതിന് മറുപടി പറയണം. No, never. He who weighs your heart, you have to be answerable to the same. നിന്റെ ഓരോ പ്രവൃത്തികളുടെ പിന്നിൽ ആ ഹൃദയം എങ്ങനെയിരുന്നു എന്ന് തൂക്കി നോക്കുമ്പോൾ മാത്രമേ വെളിപ്പെടുകയുള്ളൂ. Behind every walk that you do, when the Lord weighs your heart, what is the purpose behind, then only the real nature will be divulged. അല്ലെങ്കിൽ അതിന് വേറൊരു വാക്ക് 16 2ാം വാക്യത്തിൽ കൊടുത്തിരിക്കുന്നു. In other words, chapter 16, the 2nd verse gives another interpretation. ആത്മാക്കളെ തൂക്കി നോക്കുന്നു. വായിക്കണം. Weighing the spirits. All the ways of a man are clean in his own eyes, but the Lord weigheth the spirits. മനുഷ്യന് തന്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നുന്നു, യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. ആത്മാക്കളെ തൂക്കി നോക്കും. The Lord weighs the spirits. എന്താണ്? ഏത് ആത്മാവാണ് നിന്റെ പ്രവൃത്തിയുടെ പിന്നിൽ നമ്മൾ തൂക്കി നോക്കി അറിയുന്നത്? What is the driving spirit that is behind your activity will be weighed by the Lord. പ്രിയമുള്ളവരെ, ഓരോ പ്രവൃത്തിയുടെ പിന്നിൽ ഓരോ ആത്മാവാണ് എന്നെ പ്രേരിപ്പിക്കുന്നത്. Beloved ones, every activity there is a spirit that is driving it. വിശുദ്ധിക്കായിട്ട് പ്രേരിപ്പിക്കുന്ന പരിശുദ്ധാത്മാവാണെങ്കിൽ അശുദ്ധിക്കായിട്ട് പ്രവർത്തിക്കുന്ന അശുദ്ധാത്മാവാണ്. If the Holy Spirit is inspiring you for holiness, it is for uncleanness, it is the devilish spirit is working. ക്ഷമിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് യേശുവിന്റെ ആത്മാവാണെങ്കിൽ ക്ഷമിക്കാതിരിക്കാനും പ്രതികാരം ചെയ്യാനും പ്രേരിപ്പിക്കുന്നത് ആ ദുഷ്ടനായ പിശാചിന്റെ ആത്മാവ്. If the spirit of Jesus is motivating you to forbear, it is the spirit of the devil that is inspiring you not to forgive. ഓരോ പ്രവൃത്തിയുടെ പിന്നിൽ ഓരോ ആത്മാക്കളും. Behind every act there is a separate spirit. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തിയുടെ പിന്നിൽ ഏത് ആത്മാവാകുന്നുവെന്ന് ദൈവം തൂക്കി നോക്കി അറിയുന്നു. Therefore the Lord is weighing and understanding as to what is the spirit behind every work. നാം പല നല്ല കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. Sometimes we may do many virtuous deeds. നമ്മുടെ ദൃഷ്ടിയിലും നമ്മുടെ അഭിപ്രായത്തിലും മറ്റുള്ളവരുടെ ദൃഷ്ടിയിലും നല്ലത് തന്നെ ആയിരിക്കാം. In our sight, in our opinion, in the observation of others, that may seem to be good. അതെ, ഒരാൾ ദാനധർമ്മം ചെയ്യുന്നു. One person does charitable deeds. ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കുന്നു. A person donates a house to another. ഒരാൾ മറ്റൊരാൾക്ക് ആഹാരം കൊടുക്കുന്നു. A person gives food to another. ഒരാൾ സുവിശേഷം അറിയിക്കുന്നു. A person spreads the gospel. മറ്റൊരാൾ പ്രസംഗിക്കുന്നു. A person preaches. ഒരാൾ പ്രവചിക്കുന്നു. One person prophesies. ഒരാൾ ദർശനം പറയുന്നു. A person speaks. ഒരാൾ സാക്ഷ്യത്തിന് നല്ല കാര്യങ്ങൾ വിവരിക്കുന്നു. A person speaks to the good things. ഒരാൾ നല്ല പാട്ട് പാടുന്നു. A person sings melody for us. ഒരാൾ
ചിലര് കുട്ടികളെ പഠിപ്പിക്കുന്നു. Some people teach children. ഒരാൾ വാഹനം മറ്റുള്ളവരുടെ ഉപയോഗത്തിനായി വിട്ടുകൊടുക്കുന്നു. A person uses his vehicle for the purpose of others. ഒരാൾ സൗജന്യമായി തന്നെ വീട്ടിൽ ഒരാൾക്ക് താമസിപ്പാൻ അവസരം കൊടുക്കുന്നു. A person gives accommodation free of cost to another one at his home. കയ്യിലുള്ള പണം, അധ്വാനിച്ചുണ്ടാക്കിയ പണം ഔദാര്യമായി വിതരണം ചെയ്യുന്നു. The hard-won money the person spends for others. തങ്ങളുടെ ഉപയോഗത്തിലുള്ള സാധനങ്ങൾ വേറെ ആൾക്കായിട്ട് വിട്ടുകൊടുക്കുന്നു. And all kinds of things he is giving for the purpose of others. ഇതെല്ലാം പുറമേ നോക്കിയാൽ എല്ലാം നല്ല കാര്യങ്ങൾ. In the external side, everything is charitable. ഇതെല്ലാം നല്ലതാണ്. പക്ഷേ ഈ നല്ലതാണെന്ന് തോന്നുന്നതിന്റെ പിന്നിലെ ആത്മാവ് എന്താണെന്ന് മനസ്സിലാക്കി. Everything is virtuous, but behind that appearance, what is the spirit? ഏത് ആത്മാവിൽ നീ ഇത് ചെയ്യുന്നു? In which spirit do you do all these things? യേശു ശിഷ്യന്മാരെ ഒരിക്കൽ ശാസിച്ചു. On an occasion, Jesus Christ rebuked the disciples. യേശു കടന്നു ചെല്ലുന്നതായ ഗ്രാമത്തിൽ യേശുവിനെ അവര് വിരോധിച്ചതിനാൽ അവരെ തീയിറക്കാമെന്ന് അത് ശിഷ്യന്മാരെ പറയുകയാണ്. It is the village where Lord Jesus Christ visited, and the people tabooed to him. The disciples said that, "O Lord, let us bring forth the fire here." അവർ ഉള്ളിലുണ്ടായിരുന്ന ഒരു ശക്തിമത്തായ ശുശ്രൂഷയുടെ ഒരു പ്രതിച്ഛായയാണ്. That was the manifestation of the enthusiastic ministry or the spirit that was within them. ഏലിയാവിനെ പോലെ സ്വർഗ്ഗത്തിൽ തീയിറക്കുന്ന തരത്തിലുള്ള ശക്തിമത്തായ ശുശ്രൂഷ. അപ്പോൾ ദൈവനാമം മഹത്വപ്പെടും. യേശു വലിയവനാണെന്നും ശിഷ്യന്മാര് ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരാണെന്നും ലോകമറിയും. Like Elijah, there were mighty works and wonderful things then. They would bring forth the fire from heaven. Thereby the name of God should be glorified. People would understand that God is really great. തന്നമല്ല പാപികൾ ശിക്ഷ ഉണ്ടാകുമ്പോൾ ശേഷം വരെ ദൈവത്തെ ഭയപ്പെടാനിടയാകും. In the midst of many things, when the punishment is executed immediately, the other people will come to learn a lesson from the same. ഇതെല്ലാം നല്ലതല്ലേ? With all these things, aren't they good? എല്ലാം നല്ലത് തന്നെ. Everything is good. പക്ഷെ തീ ഇറങ്ങാൻ പറഞ്ഞതിന്റെ പിന്നിലെ ആത്മാവ് ഇറയാ. But behind the process of ordering for fire, there's another spirit. ഒരു നല്ല ശുശ്രൂഷ നടക്കണമെന്നുള്ളതല്ല. It is not the ultimate purpose of doing a good ministry. വൈരാഗ്യത്തിന്റെയും പ്രതികാരത്തിന്റെയും ആത്മാവായിരുന്നു അത്. A spirit of vengeance and blood. അതെ, നാം ആത്മീയമായിട്ട് തന്നെ തീക്ഷ്ണതയുള്ളവരായി പ്രവർത്തിക്കാം. എന്നാൽ അതിന്റെ പിന്നിലെ ആത്മാവ് എന്താണെന്ന് ദൈവം തൂക്കി നോക്കുമ്പോഴേ അറിയൂ. Spiritually, we may project to walk in an enthusiastic and zealous fashion, but behind it, what is the spirit is weighed by the Lord. ഞാൻ ഇന്ന് സഭയെ വളരെ തീക്ഷ്ണതയോടെ നടത്തുന്നുണ്ടായിരുന്നേക്കാം, പ്രസംഗിക്കുന്നുണ്ടായിരുന്നേക്കാം. എന്നാൽ അതിന്റെ പിന്നിലെ ആത്മാവ് എന്തെന്ന് ദൈവം തൂക്കി നോക്കി അറിയും. I may be leading the church with a great zeal. I may be delivering very eloquent messages, but behind it, what is the spirit is weighed by the Lord. നല്ല തീക്ഷ്ണതയുള്ള ഒരു ശുശ്രൂഷകൻ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. I heard that there was a zealous worker. എല്ലാം നല്ല എരിപൊരിയായിട്ട് വേല ചെയ്യുന്ന ആളാ. And he was a man who do his work in a fiery fashion. ആള് നല്ല ആക്റ്റീവാണെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. People say that he is very dynamic. നടത്തിപ്പുകാരുടെ തന്നെ കുറിച്ചും നല്ല തിക്കഷ്ണം പോലെ ജ്വലിക്കുന്ന ഒരു ശുശ്രൂഷകൻ എന്നുള്ള നല്ല അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. Even the persons of the workers, he had got the name that he was like a fiery brand. അവന്റെ പ്രവർത്തനങ്ങൾ ഉത്സാഹം കൊണ്ട് എല്ലാവരും അവനെ പ്രശംസിക്കുമായിരുന്നു. All people would praise of him because of his own works. ഞാൻ നല്ല തീപ്പൊരി പോലെയുള്ള ശുശ്രൂഷകനാണെന്നുള്ള അഭിമാനവും അവനുണ്ടായിരുന്നു. Even he had the honor, he had the proud feeling that he was a fiery brand. ഒരു രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടു. One night he had a dream. താൻ സ്വർഗ്ഗത്തിലേക്ക് ചെന്നു. He went to heaven. തന്റെ കയ്യിൽ ഒരു ചെറിയ ഒരു പാഴ്സൽ ഉണ്ടായിരുന്നു. With him there was a small parcel. ആ പാഴ്സൽ അവന്റെ തീഷ്ണത, എരിവാണ് ഉണ്ടായിരുന്നത്. He understood that parcel was his zeal. അവന്റെ എരിവ് കണ്ട ദൈവം അവനെ പൂർണ്ണമായും അംഗീകരിക്കുമെന്നാണ് അവൻ വിചാരിച്ചത്. He expected that, beholding his zeal, the Lord would approve of him completely. ഒരു ദൂതൻ മുൻപോട്ട് കടന്നു വന്നു. An angel came forward. അവന്റെ കയ്യിൽ നിന്ന് ഈ പാഴ്സൽ വാങ്ങിച്ചു. This parcel was received by the എല്ലാം angel. കൂടെ തുലാസിലേക്ക് വെച്ച് തൂക്കി നോക്കി. That was the entire parcel was weighed in the balances. 50 കിലോ എന്ന് കാണും. Just 50 kilograms. തീഷ്ണത 50 കിലോ. Zeal 50 kilo. അവന് വലിയ അഭിമാനം ഉണ്ടായി. And he felt proud of. 50 കിലോ തീഷ്ണത. ഇനി സ്വർഗ്ഗത്തിലേക്ക് കയറുവാൻ വേറെ പാസൊന്നും വേണ്ട. The zeal 50 kilograms. He is not need of another pass to move past. നല്ല കിരീടങ്ങൾ, നല്ല അവകാശങ്ങൾ, പ്രതിഫലങ്ങൾ, മെഡലുകളെല്ലാം എനിക്ക് കാത്തിരിക്കുകയാണ്. He expects that crowns, inheritances, ownership, everything is waiting for me. പെട്ടെന്ന് ദൂതൻ ഒരു കാര്യം ചെയ്തു. All of a sudden they did something. തീഷ്ണത മുഴുവനും ഒരു പാത്രത്തിലിട്ടങ്ങ് ഉരുക്കി. The end zeal was kept in a vessel and that was melted. ഉരുക്കിട്ട് അതിനെ പല കഷ്ണങ്ങളാക്കി. After dissolving, that was sliced to pieces. എന്നിട്ട് അതിൽ ഓരോ കഷ്ണവും എടുത്ത് തുലാസിലേക്ക് വെച്ച് തൂക്കാനായിട്ട് തുടങ്ങി. And after which every bit was taken, kept in the balances and started to weigh. ഒരു കഷ്ണം തുലാസിൽ വെച്ചു. അതിന്റെ
ഭാരം അതിൽ എഴുതി കാണിച്ചു. One piece was kept in the balances, the weight was shown there. എഴുതി കാണിച്ചെന്താണെന്നറിയാമോ? You know what is the weight? നിഗളം 21 കിലോ. It is proud 21 kilogram. 50 കിലോ തീഷ്ണതയിൽ 21 കിലോയും നിഗളം കൊണ്ട് ചെയ്യുന്ന മണികളാണ്. The 50 kilograms, his lofty spirit, that is 21 kilograms. അടുത്ത കഷ്ണം എടുത്ത് വെച്ച് നോക്കി. The second piece was kept, 13 കിലോയുണ്ട്. 13 kilograms. അപ്പുറത്ത് എഴുതിയിരിക്കുന്നു അധികാരഭ്രമം. It is written there, lust for power. സഭയെ നടത്തുന്നു, വലിയ തീഷ്ണതയാ, പക്ഷേ അധികാരഭ്രമത്തിന്റെ ഒരു ഭാഗമാണ് തീഷ്ണതയൊക്കെ. Are leading the church fully enthusiastically, but power mongering. അടുത്ത കഷ്ണം എടുത്ത് ത്രാസിൽ വെച്ചു. Third piece was kept in the balance, 8 കിലോയുണ്ട്. 8 kilograms. എഴുതി കാണിച്ചു മതവൈരാഗ്യം. It is written that fanaticism. ഇത് കൂടുതലുള്ളത് TPM-കാർക്കാണ്. And TPM people have this to great extent. TPM-കാരാണോ? We are TPM people. പ്രതിഷ്ഠിക്കപ്പെട്ട വേലക്കാർ. They consecrated അവര് workers. പ്രതിഷ്ഠിക്കപ്പെട്ട നിനക്കെന്താ ഗുണം? They are consecrated. What is the benefit? നീ ആ ഉപദേശത്തിന്റെ അക്കോണം ജീവിക്കുന്നുണ്ടോ? According to consecration, do you lead your അതെ, life? അനേക സഭകളുണ്ട്, നിനക്കൊരു വ്യത്യാസത കാണിക്കാൻ പറ്റുന്നുണ്ടോ? Many denominations, so then do you lead a separated life? പെന്തക്കോസ്ത് സഭകൾ ധാരാളമുണ്ട്, നിനക്കൊന്ന് വേറെയായിട്ട് കാണിക്കാൻ പറ്റുന്നുണ്ടോ? Mushrooms of Pentecostal denominations, do you lead a separated life? ഒരു പുതിയ ആത്മാവ് തൊട്ടടുത്ത് വന്നിരുന്നാൽ ഒറ്റ പ്രസംഗത്തിന് ഒരു വാചകം പോലും കേൾക്കാൻ സമ്മതിക്കത്തില്ല. വർത്തമാനത്തോട് വർത്തമാനം. When a new soul comes and sits nearby you, you will never permit to listen to at least a sentence of the sermon, because you will keep on talking with him. പുതിയ ആത്മാവ് വന്നിരുന്ന സാക്ഷ്യം കേൾക്കാൻ ശ്രമിക്കുകയാണ്, ഒന്നും കേൾക്കാൻ സമ്മതിക്കുന്ന അടുത്തിരുന്ന കഥ പറച്ചിലാണ്. A new soul is willing to listen to the testimony, but you will never permit him, because nearby you are telling number of stories. പ്രസംഗം തകർത്ത് പ്രസംഗിക്കുകയാണ്, എല്ലാം എഴുതിയെടുക്കുന്നുണ്ട്. അടുത്തിരിക്കുന്ന ആൾ നോക്കിയപ്പോൾ പടം വരെയാണ്. The pastor is delivering eloquent messages, you are scribbling, noting down everything, but the neighbor person who watches, you are just drawing a picture. ഒരാൾ പ്രസംഗം തടയ്ക്ക് മരക്കറി വാങ്ങുന്ന ലിസ്റ്റ് എഴുതി വെച്ചെന്നാണ് പറയുന്നത്. During the course of the message, it is said that a person had prepared the list of buying ആശീർവാദം പറഞ്ഞ vegetables. ഉടനെ അതെ പച്ചക്കറി സ്റ്റാളിലേക്ക് പോകണം, സാധനം വാങ്ങിക്കണം, വീട്ടിൽ പോകണം. By the time the benediction is mumbled, we should go to the vegetable stall and buy vegetables. മതവൈരാഗ്യം TPM-കാർക്ക് കൂടുതൽ. So TPM people have the zeal for the ഈ religion. വൈരാഗ്യമൊന്നും ദൈവത്തിന് മുമ്പാകെ വില പോകത്തില്ല. These sources of zeal cannot go to the presence of സഭയെ God. പൊക്കി പറഞ്ഞതുകൊണ്ടോ ശുശ്രൂഷയെ പൊക്കി പറഞ്ഞതുകൊണ്ടോ ഒന്നുമില്ല. അതിന്റെ തക്കോണം ജീവിച്ച് കാണിക്കണം. If you're highlighting, if you're projecting your denomination and the church, it is of no use, but you have to lead and maintain the നമ്മുടെ ഉപദേശിയുടെ തീഷ്ണതയുടെ അടുത്ത കഷ്ണം എടുത്ത് ത്രാസിൽ വെച്ചു. The evangelist's next piece of zeal was kept in the balance. 5 കിലോ 5 kilograms. എഴുതി കാണിച്ചു അസൂയ. It was written jealousy. അസൂയ 5 കിലോ. So jealousy 5 ഭയങ്കര kilograms. തീഷ്ണതയായ ശുശ്രൂഷയാ, പക്ഷെ എല്ലാം അസൂയയുടെ പുറത്താ ചെയ്യുന്നത്. A man's ministry was completely packed with zeal. അവള് പാടുന്നതിനേക്കാൾ കാര്യമായിട്ട് പാടണം. And I must sing stronger than what she sings. ഇന്നാരെ പ്രസംഗിക്കുന്നതിനേക്കാൾ നല്ലതായിട്ട് പ്രസംഗിക്കണം. My message should be more eloquent than the other person's. ഇന്ന വ്യക്തി സാക്ഷി പറഞ്ഞതിനേക്കാൾ എന്റെ കാര്യം സാക്ഷി ശ്രദ്ധിക്കപ്പെടുത്തക്കണം എനിക്ക് പറയാം. My testimony should be noteworthy more than the other person's. അതെ, എന്തിനാ ഒരുങ്ങി ചമഞ്ഞ് വരുന്നത് പോലും ഒരു അസൂയയുടെ ഫലമായിട്ടാണ്. Even their very dressing style, it is completely governed with jealousy. എനിക്ക് ചിലപ്പോൾ അന്യഭാഷ കേൾക്കുമ്പോഴും തോന്നിപ്പോകുന്നതുകൊണ്ട് അസൂയപ്പുറത്താണോ പറയുന്നത്. Sometimes when I listen to the tongues of some people, I had the feeling, because sometimes hostility. ചിലർ അന്യഭാഷയല്ല പറയുന്നത്, അയ്യോ പത്തോ അങ്ങ് വിളവിക്കുക. Some people are not to talk in tongues, they are just making noise. ആത്മാവിൽ നിറഞ്ഞ് കൂവാനല്ല, നീ അന്യഭാഷ പടപടയായിട്ട് പറയണം. You have to get filled with the Spirit of God and not to howl. പെന്തക്കോസ്തുനാൾ വന്നപ്പോൾ 120 പേര് കൂവിയെന്നല്ല, അന്യഭാഷ സംസാരിച്ചത്. It is not 120 people on the Pentecost howled, but they talked in tongues. നേരെ പേര് പറഞ്ഞാല് ചിലപ്പം വേണമെങ്കി പോന്ന് വിചാരിച്ച് പൊതുവെ പറയാ ഗുണപ്പെട്ടോണം കേട്ടോ. If I tell the names openly, sometimes he may get lost. Therefore, വേറൊരാള് പറയുന്നതിനേക്കാൾ ഉച്ചത്തിൽ അന്യഭാഷ പറഞ്ഞാൽ ഇപ്പൊ അങ്ങ് പോകാമെന്ന. And some people feel that if my other tongue is louder than the other person, I can go heaven. ഏത് സാമർത്ഥ്യമുള്ള പ്രവൃത്തിയും ഒരുത്തിന് അസൂയ ഉളവാകുന്നുവെന്ന് ശലോമോൻ പറഞ്ഞിട്ടുണ്ട്. Solomon says that any potential activity that creates envy. ഉപദേശിയുടെ സ്വപ്നം പറയണമല്ലോ, അടുത്ത കർഷണം എടുത്ത് ത്രാസിൽ വെച്ചു. So coming to the dream of the evangelist, the next piece was kept in the balance. 2 കിലോ മനുഷ്യ സ്നേഹം. 2 kilograms of personal love. ചെയ്യുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏതോ ദൈവസ്നേഹത്തെ നിറവാൻ തോന്നുന്നു, എല്ലാം മനുഷ്യ സ്നേഹമാണ്. So when others notice, then he does everything by the influence of the divine love, not only human love. ഞങ്ങൾ രണ്ടുപേരും ഭരണിക്കാവുകാരാണ്. Because both belong to Veronica. പിന്നെ എങ്ങനെയാ ആത്മാർത്ഥത വരാതിരിക്കുന്നത്? That being so, how can be honest? അപ്പോൾ എല്ലാം മനുഷ്യ സ്നേഹത്തിലായി കാണിക്കുന്ന എരിവല്ല. Every was done by means of only human love. ഒടുവിൽ ഒരു ചെറിയ കഷ്ണം എടുത്ത് ത്രാസിൽ വെച്ചു. Finally, a small piece remained that was kept in the balance.
ദൈവസ്നേഹം 1 കിലോ. It is divine love just 1 kilogram. കേവലം 1% ഉള്ളൂ ദൈവസ്നേഹം. Just only 1% was his divine love. ഓ ദൈവം നമ്മുടെ പ്രവർത്തികളുടെ പിന്നിലെ ആത്മാവ് എന്താണെന്ന് തൂക്കി നോക്കുന്നു. What is the spirit behind every activity we do will be weighed by പല the Lord. ആത്മീയ പ്രവർത്തനങ്ങൾ തീക്ഷ്ണതയോടെ ചെയ്യുന്നു, പിന്നിലെ ആത്മാവ് എന്താ? We do many spiritual activities with a great enthusiasm, but what is the driving force behind it? നിഗളത്തിന്റെ ആത്മാവാണോ? It is a spirit of pride. അധികാരഭ്രമത്തിന്റെ ആത്മാവാണോ? It's a pride, power, അതോ മതവൈരാഗ്യത്തിന്റെ ആത്മാവാണോ? or it is due to the desire for അസൂയയുടെ ആത്മാവാണോ? or the spirit of envy, വെറും മനുഷ്യസ്നേഹമാണോ? or it is human love, അതോ ദൈവസ്നേഹമോ? or is it divine love? ഇന്ന് തുലാസിൽ നിങ്ങളുടെയും പ്രവൃത്തികളെ അവൻ നോക്കിയിട്ട് തെക്കേൽ എന്നാ പറയുന്നെങ്കിൽ നമുക്ക് ലജ്ജിക്കാം. If the Lord weighs our activities in the balance and says, "Tekel, let us cast it out." ദൈവം നമ്മളെ തൂക്കി നോക്കുമ്പോൾ When the Lord weighs us, അവൻ തുലാസിൽ വെച്ച് നമ്മുടെ ഓരോ പ്രവൃത്തികളെയും ആത്മീയ പ്രവർത്തനങ്ങളും നോക്കി നോക്കുമ്പോൾ And you- അത് കുറവില്ലാത്തതായി കണ്ടെത്തപ്പെടുവാനിടയാകട്ടെ. when every activity of us is weighed in the balances of God, let us not be seen wanting. ദൈവത്തിന്റെ കൈ മാത്രം, നമ്മുടെ കയ്യിലും ഉണ്ട് ത്രാസം തട്ടിയൊക്കെ. It is not only in the hands of God, even with us there are balances. നമ്മളും മറ്റുള്ളവരെ തൂക്കാൻ മുടുക്കരാ. And we are also efficient enough to weigh others. ഇന്ന വിശ്വാസിക്ക് ഇത്ര കിലോ, മറ്റേ വേലക്കാരൻ ഇത്ര കിലോ, ഈ പാസ്റ്റർക്ക് അത്ര കിലോ. And that worker, that sister, that pastor, we are giving measurements. ആളുകൾക്കെല്ലാം വിലയിടാനും തൂക്കമിടാനും ഒക്കെ നമ്മളെ ആളുകൾ മണമെടുക്കരാ. People are proficient enough to give measurements and weight it to people. അതെ, ആരൊക്കെ സഭയിൽ വന്നാലും തൂക്കി നോക്കിയാ ഇടപെടുന്നത്. And people come to the church, these people measure and will deal. ഒരാളെ കണ്ട് Look at a person simply a fleeting ഒരാളെ smile, കണ്ട with another person opening the mouth and ഒരാളെ കണ്ട് laughing, with another person waving the hand, ഒരാളെ കണ്ട് praise the Lord. with another person shaking the ഒരാളെ hand, തന്നെ കെട്ടിപ്പിടിക്കുകയാണ്. with another person hugging. കാരണം ഇതിന്റെ ത്രാസിൽ ഇതിനെല്ലാം വേറെ വേറെ തൂക്കമാണ്. Because you got different measurements in your balances. അതെ, സദൃശ്യവാക്യങ്ങൾ 20 അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ In Proverbs chapter 20, the 10th verse, അത് വായിച്ചേ. Diverse weights and diverse measures, both of them are alike abomination to the Lord. രണ്ടു തരം തൂക്കവും രണ്ടു തരം അളവും രണ്ടും ഒരുപോലെ യഹോവയ്ക്ക് വെറുപ്പ്. രണ്ടു തരം തൂക്കം ദൈവത്തിന് വെറുപ്പാ. 2 kinds of weights are abomination to the Lord. ചില കടകളുണ്ട് രണ്ടു തരം കട്ടി വെച്ചിട്ടുണ്ട്. In certain shops you can find 2 kinds of measuring rods ആളും തരം നോക്കിയാ based on the people who come to buy. ഒരാൾക്ക് സാധനം കൊടുത്താൽ തൂക്കിയാൽ കറക്റ്റ് 1 കിലോ കാണും. To certain customers, if he weighs, it will weigh the proper measure. അടുത്തയാൾ കിട്ടുന്ന സാധനം തിരിച്ച് വേറെ കട തൊടുക 900 ഗ്രാമേ കാണത്തുള്ളൂ. But the second customer, if he takes a commodity to the next shop, it will want 100 grams. ആളും തരം നോക്കി രണ്ടു തരം തൂക്കം. And you look at the person's only 2 kinds of measuring. യഹോവയ്ക്ക് ഇത് വെറുപ്പാണ്. It is an abomination to the Lord. ഈ രണ്ടു തരം തൂക്കം കയ്യിലുണ്ടോ? Do you have the 2 kinds of weighings with you? അഥവാ നീ പക്ഷാഭേദം കാണിക്കുന്നവനാണോ? In the words, are you biased? അതെ, ഇത് നമ്മുടെ നാട്ടുകാരനാണ്, And he belongs to our own place. ഇത് നമ്മുടെ ഭാഷക്കാരനാണ്, He belongs to our language. ഇത് നമ്മുടെ ജാതിക്കാരനാണ്, He belongs to our ഇത് caste. നമ്മുടെ പഴയ കൂട്ടുകാരനാണ്, He is an old friend. ഇത് പണ്ട് എനിക്ക് വായ്പ വന്നിട്ടുള്ള ആളാണ്, He is the one who lent me once. ഇന്നാരാ എന്റെ പ്രശ്നത്തിന്റെ കൂടെ നിന്ന ആളാണ്. That person stood me with the time of crisis. എന്ന് വേണ്ട തരാതരം പോലെ തൂക്കുന്ന സ്വഭാവം. According to circumstances, and the people are partial and biased. നമുക്കും അളവ് തൂക്ക എന്താ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലേ? വെയിറ്റ് ആൻഡ് മെഷേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. And there is a department called weight and measures department. എല്ലാ വ്യാപാരികളും തങ്ങളുടെ ബാലൻസ് അവിടെ കൊണ്ടുപോയി അവിടെ തൂക്കി നോക്കി കൃത്യമാണെന്ന് ഉറപ്പുവരുത്തി സീൽ മേടിച്ചുകൊണ്ട് വരണം. Every merchant should go there and he show his measuring rod, are the balances and scales. He should get confirmed, get the seal and come. ഈ കട്ടിയൊക്കെ കുറെ കാലം ഉപയോഗിക്കുമ്പോൾ തേഞ്ഞ് അല്പമൊക്കെ 50 ഗ്രാമൊക്കെ കുറയും. And after short while, after reproducing, that will be worn out. തേച്ച് കുറയ്ക്കുന്നത് അത് വേറൊരു ഭാഗം. And some people wear it and just rub it. അവരത് പരിശോധിച്ച് കുറവുള്ളതായ വെയിറ്റൂടെ അതിൽ ഉരുക്കി ഒഴിച്ച് കറക്റ്റാക്കി സീൽ ചെയ്ത് കൊടുത്തു വിടും. That should be weighed and his watting should be added unto, and properly that will be sealed. സാരാഴ്ച സഭയുടെ എല്ലാവരുടെയും കട്ടിയും ത്രാസും ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുപോകണം. All the scales and balances of Character Church should be brought to the department. വിശ്വാസികളെയും വേലക്കാരുടെയും കട്ടിയും ത്രാസും കൊണ്ടുപോയി ശരിയാക്കണം. All the balances of the workers and believers should be set correct. നിന്റെ രണ്ടു തരം തൂക്കം ദൈവത്തിന് വെറുപ്പാ. Your 2 kinds of weighings are abomination to the Lord. രണ്ടു തരം സ്നേഹം ദൈവത്തിന് വെറുപ്പാ. 2 kinds of loves are abhorrence to the രണ്ടു Lord. തരത്തിൽ ഇടപെടുന്ന ദൈവത്തിന് വെറുപ്പാ. 2 kinds of interactions are abomination to the Lord. ആത്മാക്കൾ വരുമ്പോൾ തരാതരം പോലെ സ്നേഹിക്കുന്ന ഇടപെടും ദൈവത്തിന് വെറുപ്പാ. When the newcomers come according to circumstances, you love, that is a despising thing to the Lord. ഒരു സഭയിൽ
ആത്മാക്കളൊന്നും വരുന്നില്ല. In the church, no new soul was coming. എല്ലാവരും കൂടെ കൂടിയിരുന്ന് കൈവച്ച് പ്രാർത്ഥിച്ചു. People assembled together, laid up their hands and prayed. നമുക്ക് പുതിയ ആത്മാക്കളെ കിട്ടണം. We must get new souls. അങ്ങനെ ഒരുപാട് ദിവസം പ്രാർത്ഥിച്ചു. For prolonged days they prayed. ഒരു ദിവസം സാക്ഷിക്ക് ഒരു പുതിയ ആൾ എഴുന്നേറ്റ് നിൽക്കുക. One fine day, a new person came there for testimony. ഒരു സ്ത്രീയാണ്. A woman. അവ എഴുന്നേറ്റ് നിന്ന് സാക്ഷി പറഞ്ഞു. She stood up and testified. അതാ പട്ടണത്തിൽ അറിയപ്പെടുന്ന ഒരു ദുർനടപ്പാരിയായ സ്ത്രീയാണ്. That was a fornicator, that was an immoral woman in the city. എല്ലാവർക്കും വലിയതായിപ്പോയി. All people got despised. അപ്പോൾ അവരെല്ലാം ഞെട്ടിച്ചുളിച്ചു. All people had brown beaten. അയ്യോ, ഇങ്ങനെ ഒരാളെ എങ്ങനെ സഭയിൽ ചേർക്കുന്നേ? How can we add such a person to the church? അവരുടെ വീട്ടിൽ എങ്ങനെ പോകും? How can we visit her home? ഒന്നിച്ചെങ്ങനെ ആഹാരം കഴിക്കും? How can we live together? 27 ദിനങ്ങളും തിരിച്ചു പങ്കുകൊള്ളും. And how can we take part in the Holy അത് Communion? പറഞ്ഞപ്പോഴാ 27 ദിനാരെ ഓർമ്മ വന്നേ. When I say this only, it comes to memory of the എല്ലാ ഞായറാഴ്ച 3 ഞായറാഴ്ചയും പുറകിൽ സീറ്റുള്ള ആളുകൾ 27 ദിനം ഫ്രണ്ട് സീറ്റാണ്. All the people on the 3 Sundays find place in the rear row. During the communion service, come to the front row. രഹസ്യം പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. പരസ്യമായ രഹസ്യമായോണ്ട് പറയണ്ടല്ലോ. It is an open secret, therefore it's known to all. അതെ, ഓരോ പ്രാവശ്യവും നീ മാറി മാറി ഓരോ സ്ഥലത്ത് പോയി 27 എടുക്കണം. Every time you have to go to different places and take part in the communion. ആ പിശാച് നിന്നെ വിട്ടു പോകട്ടെ. That devil should be cast out of you. അവനവൻ അടുപ്പുള്ള ആളുകളോട് ചേർന്ന്, അവനവന്റെ ഇനത്തിൽപ്പെട്ട ആളുകളോട് ചേർന്ന്, തൃപ്തിയുള്ള ആളുകളോട് ചേർന്ന് 27 പിശാച് നിന്നെ വിട്ടു പോകട്ടെ. With their own intimate people of same kindred, same caste, sitting together taking part, let that spirit to be cut off of you. ആരാധനയ്ക്ക് ഇരിക്കുന്നത് പോലെ ഓരോ സ്ഥലത്ത് പോയിരുന്നാലും പിശാച് നിന്നെ വിട്ടുപോകും. And as I taking part in the services, if you go to different places, this devil will flee away. അപ്പൊ നമ്മുടെ മാന്യന്മാരുടെ പ്രാർത്ഥനയുടെ ഫലമായി ആത്മാവ് വന്നു. പക്ഷേ ഇവർക്ക് ആകപ്പാട് വിഷമത്തില്ല. So because of the prayer of these gentle folk, news also came, but they are not able to accept. അപ്പോൾ അതിൽ സരസനായ ഒരാൾ ഇങ്ങനെ പറഞ്ഞു. There's a സരസനായ ഒരാൾ, നർമ്മബോധമുള്ള ഒരാൾ. there's a humorous person said. പുള്ളി പറഞ്ഞു, നമ്മൾ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് വരികിലും He said, even though we prayed for souls, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. we forgot to mention one thing. എങ്ങനെയുള്ള ആത്മാക്കളെ തരണമെന്ന് പ്രാർത്ഥിക്കാൻ വിട്ടുപോയി. We forgot to pray as to what kind of souls should be given. ഇതാണ് കുഴപ്പം. So this is the problem. ചിലർക്ക് ഹൈ ക്ലാസ് ആത്മാക്കളെ മതി. Some people want to have high class souls. അതെ, കുറ്റവാളികളെയോ ദുർനടപ്പുകാരെയോ കുറ്റക്കാരെയോ തെറ്റുകാരെയോ ഒന്നും അവർക്ക് വേണ്ട. Criminals, accused, and the abominables, they do not want. അവരോട് സഹകരിക്കാനോ, അവരോട് വിശേഷം പറയാനോ, അവരെ സഭയിൽ സ്വീകരിക്കാനോ, അവരുടെ തെറ്റുകൾ ക്ഷമിക്കാനോ, അവരെ സഹോദരി വിളിക്കാനോ മനസ്സില്ല. They're not prepared to spread the gospel to them, deal with them, interact them, or love them. ഒരുപാട് പറഞ്ഞ സമയം ഇതും പോയതുകൊണ്ട് പറയാണ്, ഈ 2 തരം ദുഃഖം ദൈവത്തിന് വെറുപ്പാണ്. Therefore, 2 kinds of weighings are an abomination to the Lord. നിന്റെ കയ്യിലിരിക്കുന്ന ത്രാസും കട്ടിയും തമ്പുരാൻ തന്റെ ത്രാസിൽ വെച്ചു നോക്കിയിട്ട് തെക്കേലെന്ന് വിളിച്ചു പറഞ്ഞ് നീ നടുങ്ങാതിരിക്കണമെങ്കിൽ ക്രമീകരിക്കപ്പെട്ടുകൊള്ളു. Look at the scale and the balance that is in you. After weighing you, if the Lord should not set a scale, now feel surprised in the presence of God. നമുക്കിന്ന് താഴ്മയായി കർത്താവിനോട് അടുത്തിയല്ല. Today, with humility, let's come closer to the Lord. കർത്താവേ, ഞാൻ അറിഞ്ഞോ അറിയാതെയോ എന്റെ ഹൃദയത്തിൽ ഇത്തരത്തിലുള്ള പക്ഷാഭേദമുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. Oh Lord, knowingly or unknowingly, these kinds of biased attitudes are in me. എല്ലാവരെയും ഒന്നുപോലെ സ്നേഹിപ്പാനും എല്ലാവരെയും ഒന്നുപോലെ ഉൾക്കൊള്ളുവാനും എനിക്ക് കഴിയുന്നില്ല കർത്താവേ. Oh Lord, I am not able to consider, I am not able to love everybody equally. എന്റെ കട്ടിയും ത്രാസും ഒത്തതല്ല. Oh Lord, my balance and scales are not right. ഇത് നിനക്ക് വെറുപ്പാണെന്ന് ഞാൻ അറിയുന്നു. Oh Father, this is an abhorrence to thee. നിന്റെ സന്നിധിയിൽ എന്നെ തള്ളിക്കളയരുതേ. Do not cast me out of thy presence. എനിക്കൊരു നല്ല ഹൃദയം തരുമാറാകണമേ. Give me a good heart. കർത്താവേ, എന്റെ ഹൃദയത്തെ വിശാലമാക്കി തരണമേ. Oh Lord, widen my heart. നിന്റെ രക്തത്താൽ വീണ്ടെടുക്കുന്ന വ്യക്തി ആരായിരുന്നാലും അവരെ സഹോദരായി അനുഗ്രഹം ചെയ്യുവാനുള്ള ഒരു വിശാല ഹൃദയം എനിക്ക് തരണമേ. Whomsoever is redeemed by the blood, oh Lord, give me a heart to consider him as my own brother. സഭയുടെ ഇങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെ ഇരിക്കുന്ന എല്ലാവരെയും ഒന്നുപോലെ കാണാനുള്ള ഹൃദയം എനിക്ക് തരണമേ. It is in this congregation, the person who is sitting the first to the last, give me a heart to consider everybody equally. സക്കറിയ പ്രവചനം 11-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ The prophetic book of Zechariah, chapter 11, verses 11 and 12. അവിടെ പ്രവാചകൻ ഒരു ദർശനം കാണുകയാണ്. The prophet has a dream. പ്രവാചകൻ ഇങ്ങനെ പറയുന്നു, വായിക്കണം. And it was broken in that day, and so the poor of the flock that waited upon me knew that it was the word of the Lord. And I said unto them, if ye think good, give me my price, and if not, forbear, for they weighed for my price 30 pieces of silver. ദർശനമല്ല, സംഭവമാണ്. ഞാൻ അവരോട്, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എന്റെ കൂലി തരുവീൻ, ഇല്ലെന്ന് വരികിൽ തരേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എന്റെ കൂലിയായി 30 വെള്ളിക്കാശ് തൂക്കി തന്നു.
ഇവിടെ എന്നാല് പ്രവാചകൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്റെ കൂലി മനസ്സുണ്ടെങ്കിൽ തന്നേക്കാൻ പറഞ്ഞു. It is not a dream, it is a true event. The prophet says that you can give me my own price. അവന്റെ കൂലിയായിട്ട് 30 വെള്ളിക്കാശ് തൂക്കി കൊടുത്തു. As his wage is 30 pieces of silver was weighed. ഇത് കേട്ടപ്പോൾ യഹോവ എന്ത് പറയുകയാണ്? Hearing this, what does the Lord say? എന്നെ മതിച്ചിരിക്കുന്ന വിലയല്ലേ ഇതെന്ന് ചോദിക്കുക. And this is a measurement, this is a price they offer to me. നിന്നെ എന്നല്ല എന്നെ. Not thee, but me. ഇവിടെ തൂക്കിക്കൊടുത്ത 30 വെള്ളിക്കാശ് ഈ തൂക്കം 3 കാര്യങ്ങളെ കാണിക്കുക. This weight, that is the 30 pieces silver, speaks about 3 things. ഇത് യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്നതിന്റെ ഒരു പ്രവചന ഭാഗമാണ്. It is a prophetical passage that speaks about betrayal of Jesus Christ. ഒന്നാമത് യേശുവിനെ നാം കൽപ്പിക്കുന്ന വിലയെ കാണിക്കുന്നു. The first context that it speaks to the value that we give to Jesus. മത്തായി 26:15 Matthew's Gospel chapter 26, the 15th യൂദ verse. 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റിക്കൊടുത്തു. Judas betrayed Jesus for 30 pieces of silver. അഥവാ യൂദായുടെ കാഴ്ചപ്പാടിൽ യേശുവിന് 30 വെള്ളിക്കാശിന്റെ വിലയേ ഉള്ളൂ. In other words, in the attitude, in the observation of Judas, the value of Jesus Christ is just 30 pieces of silver. അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ കുറഞ്ഞത് 3000 എങ്കിലും വില പേശുമായിരുന്നു. Were I in his place, at least I should have said യേശുവിന്റെ വില 30,000 3 കോടിയുമല്ല 300 കോടിയുമല്ല, എങ്കിലും ഒരു 3000 എങ്കിലും അവന് ചോദിച്ചുകൂടായിരുന്നു. The price of Jesus is not 3,000, 30,000, 3 millions or 30 crores. At least he could ask 30,000. കേവലം 30 വെള്ളിക്കാശിന് Simply. 30 വെള്ളിക്കാശിന് യേശുവിനെ തൂക്കിക്കൊടുത്തു. Merely for 30 pieces of silver, Jesus was sold. അതെ, നെടുമങ്ങാട് കോയിക്കൽ ഒരു കൊട്ടാരമുണ്ട്. At Koikal, Nedumbagar, there's a palace. ഞാൻ അവിടെ സന്ദർശിച്ചു. I visited that. ഗൈഡ് പറഞ്ഞു റോമൻ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന വെള്ളിക്കാശ് അവിടെ വെച്ചിരിക്കുക. The guide said that the silver coins used during the Roman Empire were kept there. യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത് വിലയായിട്ട് വാങ്ങിച്ച വെള്ളിക്കാശ് ഇത്തരത്തിലുള്ളതാണെന്ന് He said that this is a type of silver coins got by betraying Jesus Christ. ഞാൻ അന്തം വിട്ടുപോയി. So I was taken aback. ഒരു പൊട്ടുപോലെയുള്ള ഈ വെള്ളിക്കാശ്, ഈ പൊട്ടുപോലുള്ള 30 എണ്ണത്തിന് വേണ്ടിയാണോ യൂദായെ ഈ കടുങ്കൈ ചെയ്തത്? It is a small, very small, tiny piece of silver. Did Judas do such a thing? അതേ, നമ്മൾ പലരും ഇത് തന്നെ ചെയ്യുന്നുണ്ട്. Most of us do the same today. വിശദീകരിക്കാൻ സമയം പോരാ. യേശുവിന് നാം കൊടുക്കുന്ന വില എന്തെന്ന് ആലോചിച്ചു നോക്കിക്കോ. Let us examine us. What is the price? What's the value we give to Jesus? യേശുവിന് നാം നൽകുന്നതായ വില എന്തായിരിക്കണം നമ്മൾ അറിഞ്ഞിരിക്കണം. Further, we must understand what should be the price that we offer to Jesus. ഈ യേശു നമുക്ക് നൽകിയ വില എന്താ? You know what is the price that Jesus offered for us? അപ്പോസ്തലപ്രവൃത്തി 20:28 വാക്യത്തിൽ Acts the Apostle chapter 20 verse 28. സ്വന്തം രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ സഭ. By his own blood he bought the church. യോഹന്നാൻ 10:11. John 10 verse 11. ഓ നല്ലയുടെ നാടുകൾക്ക് വേണ്ടുന്നതിന് ജീവനെ കൊടുക്കുന്നു. A good shepherd gives his own life for അതെ, the flock. വേറും കുപ്പയും കൃമിയുമായ നമുക്ക് യേശുവിട്ട വില അവന്റെ സ്വന്തം ജീവന്റെ വിലയായിരുന്നു. Wake with the merely the worms, the dust and the dung. Jesus Christ gave his own life as the price. അതുകൊണ്ട് യേശുവിന് നീ കൊടുക്കുന്ന വില ഏറ്റവും ഉയർന്ന വിലയായിരിക്കണം. Therefore you must offer the highest value, the greatest price to your master. യേശുവിനെ സ്നേഹിപ്പാനും അവനെ പിൻപറ്റാനും വേണ്ടി നിന്റെ ജീവൻ വിലയായി വെക്കാത്തിടത്തോളം നീ അവൻ അർഹിക്കുന്ന വില കൊടുക്കുന്നവനല്ല. As long as you do not dare to pour out life, you not to serve, you not love Jesus Christ, that means you are not giving the due price. അടുത്തത് ഈ 30 വെള്ളിക്കാശ് ആത്മാക്കൾക്ക് നൽകുന്ന വിലയെ കാണിക്കും. The second context, the 30 pieces of silver, that shows adding souls. നാം ആത്മാക്കൾക്ക് എന്ത് വില കൊടുക്കുന്നു? What is the price that we offer for souls? ഒരു ആത്മാവിന് വില എന്തോ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. And what is the value of a soul that we understand? ഒരു ആത്മാവിന് വില മനസ്സിലാക്കി നീ അതിനെ നേടാനായിട്ട് എന്ത് ചെയ്യുന്നു? You know, to understand, after understanding the value of a soul, what have you done in order to gain him? യിരെമ്യാ പ്രവചനം 32-ാം അധ്യായം Jeremiah chapter 32, 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ verses 8 to 10. യിരെമ്യാവ് അനോഥോത്തിലെ നിലം അതേ വിലയ്ക്ക് വാങ്ങുന്നതായി കാണുന്നുണ്ട്. We understand Jeremiah is buying the land at Anathoth. ഈ അവകാശം നിന്റേതാണെന്ന് പറയുന്നതായ സമയത്ത് Once it is said that this is your inheritance, അവൻ 17 ഷെക്കൽ വെള്ളി തൂക്കിക്കൊടുത്ത ആ സ്ഥലം വാങ്ങി. he weighs 17 shekels of silver and buys it. അതേ, ദൈവം നമ്മളോട് ഈ ആത്മാവ് നിനക്കുള്ളതാണെന്ന് പറയുമ്പോൾ വില കൊടുത്തു വാങ്ങുവാൻ തയ്യാറാവണം. When the Lord says to you, this soul belongs to you,
he must be prepared to offer the due price for it and buy it. ഒരു ആത്മാവിനെ വീണ്ടെടുപ്പ് പോലെ കർത്താവ് കാൽവരി കൊടുത്തു കഴിഞ്ഞു എന്നാൽ ഒരു ആത്മാവിനെ നേടാനുള്ള ത്യാഗം നിങ്ങളും ഞാനും സഹിക്കണം. The Lord has given the redemptive price on the cross of Calvary. However, on our part, we have to offer the price. ഒരു ആത്മാവിനെ നേടുവാൻ നാം ത്യാഗം സഹിക്കണമെങ്കിൽ വില അറിഞ്ഞിരിക്കണം. In order to gain the soul, if we have to suffer, we must know the value. രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ Coming to the book of Ruth, chapter 4. അതേ നവോമിയുടെ കുടുംബത്തിലുള്ള നിലവും ആ മരുമകളെയും വീണ്ടെടുക്കുന്നതായ സന്ദർഭം വന്നതായ വേളയിൽ We understand the context comes whereby Naomi, the native land, was to be redeemed. രണ്ടുപേരെ കാണുകയാണ്. We find two people. ഒരു വശത്ത് ബോവസ്, On the one side, Boaz. മറുവശത്ത് പേരില്ലാത്ത വീണ്ടെടുപ്പുകാരൻ എന്ന പേരുള്ള ഒരാൾ. On the other side, a person whose name is not given. It is simply called Redeemer. ഇവിടുത്തെ വിഷയം എന്താണ്? What is importance here? ഈ നിലം വീണ്ടെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ കൊള്ളാം ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. If this pledge is to be redeemed, they would say, I will do. എന്നാൽ ഈ വിധവയായ രൂത്തിനെയും കൂടെ അനാഥവിധമായ രൂത്തിനെയും വീണ്ടെടുക്കാന്ന് പറഞ്ഞപ്പോൾ എന്നെ കൊണ്ടൊക്കത്തില്ല. But this poor Ruth, destitute, just redeem her also. That he says that no, I cannot. ഇന്ന് അനേകരുടെയും പ്രവർത്തനം ഇതുപോലെ. Today, this is similar to work of many people. ആത്മാക്കളെ വേണ്ട, ആദായം മതി. They say that we are not the souls, we want to have profit. സുവിശേഷ വേല ആദായമാർഗമാക്കി മാറ്റിയിരിക്കുന്നു. They have made this gospel ministry as a profitable means. ആത്മാക്കളെ പേര് പറഞ്ഞ് സമ്പാദിച്ച് വീട്, വാഹനം, ഫ്ലാറ്റുകൾ, വസ്തുക്കൾ വാങ്ങിച്ചു കൂട്ടുകയാണ്. It is in the name of souls. They buy vehicles, buildings, flats and assets. 5 വയസ്സ് പോലും കയ്യിലില്ലാതെ കടഭാരവുമായി സുശീല വേലയ്ക്ക് ഇറങ്ങി കോടീശ്വരന്മാരായി മാറുകയാണ്. Without any investment, without any penny, empty-handed they came for to do the ministry of God. Ultimately, they have become millionaires. അവർക്ക് രൂത്തിനെ വേണ്ട, രൂത്തിന്റെ ധനം മതി. They are not in the Ruth, they want to have the land of Ruth. ആത്മാക്കളെ വേണ്ട, ആത്മാക്കളെ ആദായം മതി. They don't want to have the souls, they want to have the profit of the എന്നാൽ souls. ഇതാ ഒരു ബോവസ്. But here is Boaz. അവൻ പറയാണ്, ഞാൻ ഈ നിലവും വീണ്ടെടുത്തുകൊള്ളാം, ഞാൻ ഈ രൂത്തിനെയും He വീണ്ടെടുത്തുകൊള്ളാം. says, I will redeem you, I'll redeem Ruth as well. പ്രിയമുള്ളവരെ, നമ്മളെ അവൻ തൂക്കി നോക്കിയാൽ നമ്മുടെ ആത്മഭാരം എത്രത്തോളം ആയിരിക്കും? Beloved ones, once the Lord weighs us in his balances, what shall be the burden of the soul? 2007 നിന്റെ ആ നല്ല കൈ കൊണ്ട് ഒരു ലഘുലേഖയെങ്കിലും ഒരാൾ കൈ കൊടുത്തോ? In 2007, with your hand, at least have you distributed, attracted to others. അതെ, നല്ല കോളിനസ് ചിരി, നല്ല ഒന്നാമത് വേച്ചിട്ട് വെളുപ്പിച്ച് വല്ലുകൊണ്ട് നടക്കുക, നല്ലൊരു ചിരി ചിരിച്ച് യേശുവിനെ കുറിച്ച് നീ പറഞ്ഞോ? You have brushed your teeth beautifully and a glittering smile, have you spoken to him of Jesus? കഴിഞ്ഞ ദിവസം കൺവെൻഷന് പോയി 5-6 നഴ്സിംഗ് വിദ്യാർത്ഥിനികൾ വന്നു നിന്ന്. Yesterday for the convention, some nursing students came. എനിക്ക് അവരോട് തമിഴിലൊന്നും ഒരുപാട് പറയാൻ അറിയാൻ വയ്യ. I did not know Tamil to converse with them. എന്നാ ഞാൻ ഓരോ വാക്കോട് ചോദിച്ചു. But I asked them one thing. യേശുവിനോട് സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചു. Do you love Jesus? അവർ പറഞ്ഞുകൊണ്ട് They said yes. മതിയല്ലോ, It will do. ഒരു വാചകം നിനക്ക് പറയാൻ പറ്റുമോ? Can you say at least one sentence? 2007 ഒരു പുതിയ ആത്മാവിന്റെ വില മനസ്സിലാക്കി നീ യേശുവിനെ കുറിച്ച് ഒരു വാചകമെങ്കിലും പറഞ്ഞോ? Understanding the price of a new soul concerning Jesus Christ, have you spoken to him at least one sentence? ആത്മാക്കൾ നൽകുന്ന വില അവൻ തൂക്കി നോക്കി തെക്കേൽ എന്ന് പറയുന്നത് കേൾക്കുവീൻ. Therefore the Lord may weigh you in the balance of the price that they gave to souls. There should not be room to hear than tekel. മോബസിനെ പോലെ വെക്കാകാം. Like Moses, let's be. ദാവീദിനെ പോലെയാകാം. Let's be like David. അവൻ അപ്പന്റെ ആടുകളെ വന്ന് കരടിയും സുഖം പിടിച്ചപ്പോൾ അവൻ മല്ലിട്ട് ആടിനെ പിടിവിച്ചു. When the band the lion held against his own shape and he just wrestled against and rescued. ആ സുമുഖം ആ പയ്യനെ കൊന്നെങ്കിൽ നാട്ടുകാർ പറഞ്ഞവരെ അവൻ മണ്ടനായിരുന്നു പറഞ്ഞേനെ. If the lion had killed the lad, the people of the land could have said that he was foolish enough. ചുമ്മാ 50 രൂപ വിലയുള്ള ഒരു ആടിന് വേണ്ടി ഈ ചെറുക്കൻ ജീവൻ കളയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. There is a sheep that is as value as just 50 rupees. He sacrificed his own son. എന്നാൽ അവന്റെ ദൃഷ്ടിയിൽ അവന്റെ ജീവനും ആടിന്റെ ജീവനും ഒരേ വില. And his life was equal to the life of the goat. ഈ ആടിന്റെ ജീവന് വേണ്ടി എന്റെ ജീവൻ കൊടുക്കാൻ തയ്യാറാണെന്നുള്ള നിലപാടായിരുന്നു ആ ദാവീദേത്. അവനെ തൂക്കി നോക്കി ദൈവം നിറവുള്ളവനായി. It is a stance of David that even I have to cast out my life in order to win this goat, I am ready for the same. That's why he won it. അതുകൊണ്ട് 10-20 ആടിനെ നോക്കുന്ന സ്ഥാനത്ത് നിന്ന് അവനെ ഉയർത്തി എണ്ണിയാൽ തീരാത്ത ദൈവജനത്തിന്റെ ഒരു നായകനും നടത്തിപ്പുകാരനും പിതാവുമായിട്ട് അവനെ ആക്കി വെച്ചു. That's why he was elevated from being a shepherd to the most famous king who rules over millions of people. ഈ ആമോസിന് ഈ സക്കറിയാവിന് കൊടുത്ത പ്രവാചകന് കൊടുത്ത
ഈ 30 വെള്ളിക്കാശ് ദൈവദാസന്മാർക്ക് നൽകുന്ന വിലയെ കാണിക്കുക. When Zechariah again the 30 pieces of silver offered, that it speaks about the value given to the servants of God. ദൈവദാസന്മാർക്ക് നീ എന്ത് വില കൊടുത്തിരിക്കുന്നു? What is the value you attach to the servants of God? ചിലർക്ക് എന്തും പറയാൻ കൊള്ളാവുന്ന ദേവസ്വം ബോർഡ് വകയായിട്ടാണ് സുവിശേഷ വേലക്കാരെ കാണുന്നത്. Some people consider gospel workers as a people on whom they can speak anything. പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ ഒരു ഫ്രേസ് ഉണ്ട്. And during the school days there is a phrase like ഇതുപാട് that. ഇത് പഞ്ചായത്ത് വകയോ ദേവസ്വം ബോർഡ് വകവല്ലാണോ എന്ന്. It's like the property of Panchayat or Devasam board. ഇത് രണ്ടും എന്ത് ചെയ്താൽ ചോദിക്കാൻ ആളില്ല. What all is done in these two fields, there's no question. ഇതുപോലെ കർത്താവിന് വേലക്കാർ നിനക്ക് ആരാ? The same way to you who are the workers of God. നീ അവർക്ക് ഇട്ടിരിക്കുന്ന വില എത്ര? What is the value you attach to them? 6 കാശോ 60 കാശോ? What is 60 pieces silver or 60? അതോ 30 വെള്ളിക്കാശോ? What is the 30 pieces? അതെ, നീ കർത്താവിന് ദാസന്മാർക്ക് എന്ത് വില ഇട്ടിരിക്കുന്നു? What is the value, honor you give to the servants of God? അതേ, നീ ഇട്ടിരിക്കുന്ന വില ദൈവം തൂക്കി നോക്കിയിട്ട് കുറവ് എന്ന് പറയാതിരിക്കട്ടെ. May the Lord not look at you and say that Tekel, after seeing the value you give to the workers. സകലവുമിട്ട് കർത്താവിന് വേലയ്ക്കായി ഇറങ്ങിയ ശുശ്രൂഷകർക്ക് നീ അർഹിക്കുന്ന വില കൊടുക്കുന്നുണ്ടെങ്കിൽ ദൈവസ്ഥരിൽ നീ കുറ്റക്കാരനാണ്. If you give the due importance, do not give the due importance to the workers who have forsaken everything for the sake of the ministry, you are wanting in the presence of God. അവരുടെ ശുശ്രൂഷയെ വിലമതിക്കാത്തതിന്റെ പോക്ക് ന്യായവിധിക്കുള്ള കാരണമാണ്. It is the movement just ignoring their own works that is paving the way for judgment. എന്നാൽ ജോസഫിനെ നോക്കിയാട്ടെ. But look at Joseph. അവന്റെ സഹോദരന്മാർ അവന് വില കൊടുത്തില്ല. His brothers did not honor him. അവരവന്റെ വസ്ത്രം ഊരിയെടുത്തു. And they had stripped off his garment. കേവലം 20 വെള്ളിക്കാശ് അരുമയായ ഒരു സഹോദരനെ വിറ്റ് Just for 20 pieces silver, this beloved brother was sold. 37, 28 വായിക്കുന്നത്. Cherishes 37:27. എന്നാൽ ജോസഫിന് ദൈവം ഒരു വലിയ വിലയിട്ടിരുന്നു. But the Lord had given a great price to Joseph. അവന്റെ സഹോദരന്മാർ 20 വെള്ളിക്കാശ് ഇട്ടെങ്കിൽ ദൈവം അവന് അതിനേക്കാൾ വലിയ വിലയിട്ടിരുന്നു. It is in the sight of God, it is in the sight of the brothers, they had given 20 pieces silver, but the Lord had considered him. അവനെ ഉയർത്തി മിസ്രയീമിലെ അധികാരിയാക്കി He മാറ്റി. was exalted, he became the ruler of അവന്റെ all അടുക്കൽ Egypt. അവന്റെ സഹോദരന്മാർ His വന്നു. brothers came unto him. അവൻ അവർക്ക് എന്ത് വിലയിട്ടു? What is the value he gave to them? വലിയ വിലയോടെ അവൻ അവരെ With a സ്വീകരിച്ചു. great value he considered അവരെ them. അണച്ചു. They were അവർക്ക് embraced. ഭക്ഷണം കൊടുത്തു. He had given food. അവരുടെ ധാന്യം കൊടുത്തു. He gave them corn. ധാന്യത്തിനുണ്ടെന്ന് വില തിരിച്ചവർക്ക് കൊടുത്തു. And again the value was given back. 45 22 വാക്യത്തിൽ വായിക്കുമ്പോൾ Chapter 45, the 22nd verse. ഇവരുടെ വസ്ത്രം ഊരിയെടുത്തവൻ അവൻ എല്ലാവർക്കും ഓരോരുത്തർക്കും പ്രത്യേകം വസ്ത്രം കൊടുത്തു. The people who had stripped off his garment, he had given each a pair. ബെന്യാമീൻ അവൻ 300 വെള്ളിക്കാശ് He കൊടുത്തു. had given 300 pieces to Benjamin. അതെ, അവരെ വില കൽപ്പിച്ചില്ലെങ്കിൽ അവൻ അവർക്ക് വില കൊടുക്കുന്നവനായി. Even though they did not consider any value to him, he honored them. അതെ, മറ്റുള്ളവർ നിനക്ക് വില തരുന്നില്ലെങ്കിൽ നീ അവർക്ക് വില കൊടുക്കുന്നവനായി മാറുക. Sometimes others may despise you, but you have to esteem them. നാം മറ്റുള്ളവർക്കിടുന്ന വില ദൈവം തൂക്കി നോക്കിയിട്ട് തെക്കേലെന്ന് വിധിക്കാതിരിക്കട്ടെ. The value that we give to others, after weighing, the Lord should not say unto us. ഒടുവിലായി ആലയത്തിന്റെ വസ്തുക്കളെ തൂക്കിയിട്ട് കുറവുള്ളതായി കാണരുത്. Finally, the Lord should not weigh the vessels in the temple and find wanting. എസ്രായുടെ പുസ്തകം 8-ാം അധ്യായം 25 മുതൽ 34 വരെ വായിക്കുമ്പോൾ Coming to the book of Ezra, chapter 8, verses 28 to 34. പ്രവാസത്തിൽ നിന്ന് ഉള്ള ഇസ്രായേൽ ജനത അവര് കൂട്ടമായിട്ട് എസ്രായുടെ നേതൃത്വത്തിൽ യെരുശലേമിലേക്ക് മടങ്ങി പോവുകയാണ്. The people under captivity from Egypt, under the leadership of Ezra, they come to Jerusalem. മുൻപ് യെരുശലേമിൽ നിന്ന് കൊള്ളയിട്ട് കൊണ്ടുവന്നതായ ആലയത്തിലെ പൊന്നും വെള്ളിയും താമങ്ങളുള്ളതായ വിശുദ്ധപാത്രങ്ങൾ കോരേശ് എടുപ്പിച്ച് അവർക്ക് കൊടുത്തു. Cyrus just looted the vessels of silver, bronze and gold from the temple, and now they are handed over to these people. യെരുശലേം മണിക്കായി പോകുമ്പോൾ അവർ ഈ പാത്രങ്ങളെല്ലാം കൊണ്ടുപോയി. As they move forward in connection with the construction of temple of Jerusalem, they moved with the same vessel. 30-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ The 30th verse, അവരതെല്ലാം തൂക്കപ്രകാരം ഏറ്റുവാങ്ങിയെന്നാണ്. according to the measurement, they accepted everything. 33-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ In 33, അവർ യെരുശലേമിൽ കൊണ്ടുപോയി പുരോഹിതന്മാരെ തൂക്കി തന്നെ ഏൽപ്പിച്ചെന്നാണ്. they just took them to Jerusalem. It was weighed and handed over to the priest. പുരോഹിതന്മാർ നോക്കിയിട്ട് 5 ഗ്രാം കുറവുണ്ടെന്ന് പോലും പറഞ്ഞില്ല. And the priest, after weighing, they did not say that 5 grams wanting. തൂക്കി വാങ്ങി It was weighed. തൂക്കി ഏൽപ്പിച്ചു. Weighed and accepted, weighed and handed over. കുറവില്ലാതെ ഏൽപ്പിച്ചു. Found on unwanted. 29-ാം വാക്യം നാം വായിക്കുന്നത് എന്താണ്? 29th verse, what do we read? നിങ്ങൾ ഈ ഉപകരണങ്ങളെ യെരുശലേമിൽ കൊണ്ടുപോയി തൂക്കി ഏൽപ്പിക്കുവോളം
നിങ്ങൾ ജാഗരിച്ച് കാത്തുകൊള്ളുക എന്ന നിർദ്ദേശം കൊടുക്കുകയാണ്. Till you take these things, take them to Jerusalem away and hand over. You must be watchful. പ്രിയമുള്ളവരെ, നാമും യെരുശലേമിലേക്ക് യാത്രയാകുന്നവരാണ്. Beloved ones, we are also pressing forward to Jerusalem. നമ്മുടെ അരിമനാഥൻ നിങ്ങളെ എന്നെയും വിലപ്പെട്ട പലതും ഫലമേൽപ്പിച്ചിട്ടുണ്ട്. Our beloved Master had entrusted unto us number of valuable ഇത് things. വെറുതെ അവൻ വാരിയിടുകയായിരുന്നില്ല, കൃത്യമായി തൂക്കിയേൽപ്പിച്ചിരിക്കുക. It is not just simply poured out, he had measured and categorically given. കുറവില്ലാതെ നീ നിത്യതയിൽ കൊണ്ടുപോയി തൂക്കിയേൽപ്പിക്കുവാൻ ബാധ്യസ്ഥനാണ്. And it is the obligation vested upon you to hand over in heaven without finding wanting. അവരോട് എന്താണ് പറയുന്നത്? What is said unto them? നിങ്ങൾ വിശുദ്ധരാകുന്നു, ആലയത്തിൽ ഉപകരണങ്ങളും വിശുദ്ധം തന്നെ. The one holy, and all the verses the temple are holy. അവർ പൊന്നും കൊണ്ടുള്ളതായ ഉപകരണങ്ങളും ഏറ്റുവാങ്ങി. And they accepted the silver and the instruments made with the silver. ഇതോ വിലയേറിയ വിശ്വാസത്തെ കാണിക്കുകയാണ്. This speaks about precious നിങ്ങളും faith. ഞാനും ഒരു വിലയേറിയ വിശ്വാസം കർത്താവിന്റെ കയ്യിൽ തൂക്കി വാങ്ങിയിട്ടുണ്ട്. And we got precious faith from the Lord after we. നീ 5, 10, 20, 40, 50 വർഷങ്ങൾ ഈ പരിപ്രയാണത്തിന് ശേഷമായി After the wild journey, sometimes 40 or 50 years. പുതിയ യെരൂശലേമിൽ ചെല്ലുമ്പോൾ കുറയാതെ ഇവിടെ ഏൽപ്പിക്കുകയാണ്. When you reach New Jerusalem, he must hand over without wanting. ചില ആളുകൾ കൂട്ടായ്മയ്ക്ക് വരുമ്പോഴേ വിലയേറിയ വിശ്വാസമാണ്. Some people, when they come to this fellowship, they possess precious faith. 4 വർഷം കഴിയുന്നതിന് മുൻപേ വിശ്വാസവും പോയി, എല്ലാം പോയി. Before the end of a period of 4 years, they lose faith and everything. അഭിഷേകം പ്രാപിച്ച സ്നാനമേറ്റ അഭിഷേകം പ്രാപിച്ചവോ ഭയങ്കര പ്രത്യാശയാണ്. As the baptized receive the Holy Spirit of God, they have got a greater hope. കാത്തിരിപ്പിന് വന്ന് അടുത്തിരിക്കുന്നവർക്കെല്ലാം ഇടിയും തോഴിയും കിട്ടിയിരിക്കും. And for the tarrying meeting, there were people who will be thrashed. എഴുന്നേൽപ്പിച്ച് നിർത്തിയാൽ 4 ബൈബിളും കുത്തിക്കെട്ട് വിടും. And if they are made to stand up, even at least 4 Bibles will become unstrayed. അതെ, 4 വർഷം കഴിയുന്നതിന് മുമ്പേ കല്ലനങ്ങിയാൽ നമ്മുടെ ആശാനും ആശാട്ടി അനങ്ങും, അല്ലാതെ അനങ്ങത്തില്ല. After 4 years, the stone moves, there shall movement to this person. നീ തൂക്കി വാങ്ങിയ അനുഭവങ്ങൾ എവിടെ? And you received after weighing the experiences, where are they now? ദൈവം തന്ന വിശ്വാസം ഇവിടെ? Where is the faith that the Lord can convey it unto you? നിന്റെ ആദിമ അനുഭവങ്ങൾ എവിടെ? Where are your first experience you received from the Lord? നിന്റെ ഈ ലോക യാത്ര തീരുമ്പോൾ നീ ഒട്ടും കുറയാതെ അവിടെ ഏൽപ്പിക്കേണ്ടതാണെന്ന് ഓർത്ത് നടുക. When your journey in this life comes to an end, without wanting, you have to hand over everything. Remember the same. Now being panic striken. മനസ്സുണ്ടെങ്കിൽ ഞാൻ ലോകശാന്തിക്കാൻ നിൽക്കും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാൻ നിനക്ക് അവകാശം എവിടെ? If I design, I will stand for the divine healing. If not, I will not. How can you say? യേശുവിന്റെ സ്വന്തം രക്തവും ജീവനുമാണ് നിനക്ക് ബലിയായി കൊടുത്തതെന്ന് നീ മറന്നു കളയരുത്. You should never forget the fact Jesus had offered his blood and life as a propitiation for you. 30 ദിവസമേ ജീവിച്ചുള്ളെന്ന് വരികിലും വിശ്വാസത്തെ പിടിച്ച് വീരചരമം പ്രാപിക്കുക. Even to live just a span of 30 days only, you have to hold fast the faith and lead valiant നീ death. ഒരുപാട് കാലം വിശ്വാസം നഷ്ടമാക്കി വിശ്വാസിയായോ അധ്യാപകനായോ പാട്ടുകാരനായോ പ്രാസംഗികനായോ പണം ചെലവഴിക്കുന്നതായോ ഇരുന്നിട്ട് ഒരു പ്രയോജനവുമില്ല. After losing your faith for prolonged years, if you remain then as a worker, as a preacher, as a teacher, as a believer, it's of no use. നീ വിശ്വാസത്തിൽ സമ്പന്നനാകുന്നില്ലെന്ന് വരികിൽ നീ ചെയ്യുന്ന ദാനധർമ്മങ്ങളൊക്കെയും പ്രവൃത്തികളൊക്കെയും മട്ടപൂജ്യമായിട്ട് മാറും. If you do not become rich in your faith, all the charitable works, all the philanthropic deeds, that will become nothing. നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ, ജീവാവസാനം ഓർത്തോളം വിശ്വാസം അനുകരിപ്പിൻ. Remember the ones who led you till the last breath, hold fast to your faith. താമ്രം അവരെ ഏറ്റുവാങ്ങി. And they accept even bronze. കൃപ, അതിനർത്ഥം കൃപ എന്നൊരർത്ഥം. That speaks about grace. എത്രയോ കൃപ ഏറ്റുവാങ്ങി. And we received grace to a great extent from the Lord. ഒരു കൃപയാണ്. It is by the grace of God we came to this വഴിമധ്യേ experience. കൃപ നഷ്ടപ്പെടുത്തി കളയരുതേ. The midway, do not lose your grace. അതേ ഗലാത്യരോട് പറയാണ്, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയല്ലോ, ക്രിസ്തുവിനോട് പിരിഞ്ഞു പോയല്ലോ. Galatians, it is said that you have fallen away from the grace, you got departed from Christ. നമ്മളെ ഈ അനുഭവത്തിലെ കൊണ്ട് ദൈവത്തിന് കൃപയത്രേ, കൃപയെ നഷ്ടപ്പെടുത്താതിരിക്കുക. It is the grace of God that fetched us to this fellowship. Let us not lose the same. കൃപകളും വരങ്ങളും ദൈവം തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. The Lord is conferred unto us gifts and graces. അതെ, ഒരു കാലത്ത് ഇതെല്ലാം ജ്വലിപ്പിച്ചിരുന്ന ആടുകൾ ഇപ്പൊ അതെല്ലാം ഗ്ലാസും കട്ടിയെല്ലാം ചുറ്റിക്കട്ടി വെച്ചിരിക്കുക, വ്യാപാരമൊന്നുമില്ല. The people who operated these things once upon a time, now they have bound and wrapped everything. നിന്റെ കട പൂട്ടിയിരിക്കുന്ന ഓരോ ദിവസവും നഷ്ടപ്പെടുന്ന ആത്മാക്കൾക്ക് നീ കണക്ക് ബോധിപ്പിക്കേണ്ടി Keep വരും. in mind, every day the door is closed, every soul that is lost, you have to give account. നിന്റെ കൃപകളെയും വരങ്ങളെയും ജ്വലിപ്പിക്കാതെ അലസമായി കഴിഞ്ഞ കാലയളവിൽ ദൈവസഭയ്ക്ക് വന്ന്
ഇടിവിനും നഷ്ടത്തിനും നീ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. During the time when you did not make use of the operation, the gifts and graces of God, the loss of the church incurred, everything you have to give account. വെള്ളി കൊണ്ടുള്ളതായ പാത്രങ്ങൾ, The vessels made of അത് silver. വീണ്ടെടുപ്പിന്റെ പ്രത്യാശയെ It കാണിക്കുന്നു. speaks the hope of redemption. നമ്മുടെ ദൈവം നമ്മളെ വീണ്ടെടുത്തുകൊള്ളാമെന്ന് വാഗ്ദാനം തന്നിരിക്കുന്നു. God has given us a pledge that He would redeem നമ്മുടെ us. യേശു നമ്മളെ വീണ്ടെടുക്കുവാനായി, ശരീര വീണ്ടെടുപ്പിനായി വേഗത്തിൽ പ്രത്യക്ഷനാകാൻ It പോകും. is for the redemption of a body. Jesus is going to appear soon. നിന്റെ പ്രത്യാശ, വീണ്ടെടുപ്പ് പ്രത്യാശയുടെ തൂക്കം എങ്ങനെ ഇരിക്കുന്നു? What about the measurement, the weighing of the redemption, hope of redemption? സ്നാനപ്പെട്ട സഭയിൽ വന്നതായ കാലത്തുള്ള പ്രത്യാശയുന്നുണ്ടോ? At the time that you came to this fellowship after getting baptized, do you have the same hope now? അന്ന് യേശുവിന്റെ വരവിന്റെ പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഇന്നും നിനക്കുണ്ടോ? As you had the song of the coming of the Lord, you had a great joy. Do you feel the same today? വരവിനെ കുറിച്ചുള്ള വേദവസ്തം വായിക്കുമ്പോഴും ഒരു മാസിക വായിക്കുമ്പോഴും നിനക്ക് ഉണ്ടാകുന്ന പ്രത്യാശ ഇപ്പോൾ നിനക്കുണ്ടോ? Concerning the second coming of the Lord, as you read the portion of the scripture, read a magazine, you had a great hope. Do you possess the same today? ലോകത്തിൽ ഓരോ സംഭവങ്ങളെ കാണുകൾക്ക് ചെയ്യുമ്പോൾ അന്ന് നിന്റെ ഹൃദയം പ്രത്യാശ നിറഞ്ഞതുപോലെ ഇന്ന് നിറയുന്നുണ്ടോ? As you have seen and heard every sign and even to the world, your heart got filled with the hope of the Lord. Whether the same me says, ഇന്ന് നിന്റെ ഹൃദയം മരവിച്ചിരിക്കുന്നെങ്കിൽ തക്കൽ അവൻ നിന്നെ തുലാസിൽ തൂക്കി പ്രത്യാശ കുറവുള്ളതായി കണ്ടിരിക്കുന്നു. Today, if your heart is numb and dull, the Lord says that you are weighed and says, tickle unto you. നമ്മുടെ വിശുദ്ധിക്ക് കുറവില്ലാതെ, And without wanting to the holiness, താഴ്മയ്ക്ക് കുറവില്ല, without wanting to the humility, അനുസരണത്തിന് കുറവില്ലാതെ, without wanting to സൗമ്യതയ്ക്ക് കുറവില്ലാതെ, without wanting to the പ്രതിഷ്ഠയ്ക്ക് meekness, കുറവ് വരാതെ, without wanting to നമ്മുടെ ആത്മീയ consecrate, സ്വഭാവങ്ങൾ അനുഭവങ്ങൾ ഒന്നിനും കുറവ് വരാതെ all the spiritual watches experiences, there should not be any പുതിയ want. യെരൂശലേമിൽ ചെന്ന് കൃത്യമായി തൂക്കിക്കൊടുക്കുവാൻ ജാഗ്രതയായിരിക്കാം. We must be vigilant after reaching New Jerusalem. We have to hand over after weighing. നമുക്ക് മുഴങ്ങാലിരിക്കാം, Let us kneel down. തലകളെ വണക്കാം. Let us bow down. വലിയവനായവൻ നമ്മുടെ മധ്യ വന്നിരിക്കുന്നു. Great is in the midst. അവന്റെ കയ്യിൽ ഒരു തുലാസ് കാണപ്പെടുന്നു. In him is a pair of balances. നിങ്ങൾ എന്നെ അവൻ കയറ്റി തൂക്കി നോക്കുന്നു. When we are kept in the same and weighed, നമ്മുടെ കിടന്നടപ്പും പ്രവൃത്തികളൊക്കെയും കുറവുള്ളതായി രേഖപ്പെടുത്തുന്നു. all our actions and movements should not be found wanting. നമ്മുടെ ഹൃദയം കുറവുള്ളതായി രേഖപ്പെടുത്തുന്നു. If our heart is found wanting, നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളെ പിന്നിലെ ആത്മാവ് അത് വ്യത്യസ്തമായി രേഖപ്പെടുത്തുന്നു. what is the spirit behind every walk? It is clearly proved. അത് നാം മറ്റുള്ളവരെ ഇടുന്നതായി വില, മറ്റുള്ളവരെ തൂക്കി നോക്കുന്നതിൽ രണ്ടു തരമുള്ളതായി അവൻ രേഖപ്പെടുത്തുന്നു. The esteem that we give to others, the value that we give to others, how we assess others, the Lord is weighing. യേശുവിനെ ജീവനതുല്യം സ്നേഹിക്കുന്നില്ല എന്നുള്ള കുറവ് വെളിപ്പെടുന്നു. Again, it will be revealed that we are not loving Jesus equal to the ആത്മാക്കൾക്ക് life. വില കൽപ്പിക്കാത്തതും അതിനുവേണ്ടി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ചെറുവിരൽ പോലെ ഇണക്കാത്തതും കുറ്റമായി കുറവായി രേഖപ്പെടുത്തുന്നു. Again shall be the one that we are not spending, we are not caring for winning souls. ദൈവദാസന്മാർക്ക് നൽകുന്ന വിലയിൽ കുറവുള്ളതായി രേഖപ്പെടുത്തുന്നു. Again, in esteeming the servants of God, we are found wanting. രക്ഷിച്ച് അഭിഷേകം ചെയ്തപ്പോൾ ഏറ്റുവാങ്ങിയ കാര്യങ്ങളൊക്കെയും കുറവ് വന്നിരിക്കുന്നു. All the things that we received from the Lord by the time of the salvation anointing, now found wanting. വിലയേറിയ വിശ്വാസത്തിൽ കുറവ്, In the precious faith there is wanting. കൃപകളും വരങ്ങളും ഏറ്റുവാങ്ങിയതിൽ കുറവ്, Wanting in gifts and graces now. അവന്റെ വരവിന്റെ പ്രത്യാശയിൽ കുറവ്, There is wanting in the hope of the coming. ഒട്ടനേക ദിവ്യ സ്വഭാവങ്ങൾ കുറവ് സംഭവിച്ചിരിക്കുന്നു. There's a great setback in many divine virtues. സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കും കുറവ് വന്നിരിക്കുന്നു. In long suffering and patience there is wanting. ദൈവ സ്നേഹത്തിന് കുറവ് വന്നിരിക്കുന്നു. Love of God, there's a setback. നമ്മളെ തന്നെ താഴ്ത്താം, Let us humble ourselves. നമ്മളെ തന്നെ താഴ്ത്താം, Let us humble ourselves. നമ്മളെ നിലവിളിക്കാം. Let us cry. എല്ലാവരും വായി തുറക്കുക, Let's open your mouth. എല്ലാവരും ഹൃദയം തുറക്കുക, Open your heart. ദൈവമേ നിലവിളിക്കുക. Let's say, Oh Lord, യേശുവേ, Jesus. ഓ തുലാസിലെ തൂക്കി കുറവുള്ളവനാ ഞാൻ കാണുന്നല്ലോ. Oh Lord, I'm weighed in the balances, I'm found wanting. കഴിഞ്ഞ ഒരു വർഷക്കാല ജീവിതത്തിൽ ഒരുപാട് കുറവ് ഞാൻ സമ്മതിക്കുന്നു. Yes, Lord, all these years in my life, I'm wanting, my Lord. ഓ നീ എനിക്ക് അനുതാപത്തിനായി സമയം തന്നിരിക്കുന്നല്ലോ. Oh Savior, thou hast given me some more time to rectify. ദൈവം നമുക്ക് ദീർഘക്ഷമയുള്ളവനായിരിക്കുകയാണ്. Beloved Lord, the Lord has been patient enough for us. നമുക്ക് രാജാവിന്റെ ശിക്ഷ പ്രഖ്യാപിച്ചിട്ട് ഒരു വർഷം ദൈവത്തിന് മാനസാന്തരത്തിനായി സമയം കൊടുത്തു. Even after proclaiming the punishment, 1 year will
be given for the reconciliation. മാനസാന്തരപ്പെടാടുകയാൽ അവനെ കാളെ പോലെ പുല്ല് തീറ്റിച്ചു. And as he did not repent, finally he had to eat grass like a bull. കുറവുള്ളവനായി കണ്ടു, അവനെ ന്യായവിധി അറിയിച്ചു കൊടുത്തു. Belshazzar was found wanting. The judgment of God was informed to him. 24 മണിക്കൂർ പോലും സാവകാശം കിട്ടിയില്ല. അന്ന് രാത്രി അവൻ കൊല്ലപ്പെട്ടു. He did not get the time to repent for even 24 hours. The same night he was slain. നമ്മുടെ കാര്യം എന്തായിരിക്കും? What about our matter? ഒരു വർഷം കിട്ടുമോ? Will we get one more year? ഒരു മാസം കിട്ടുമോ? Will we get one more month? ഒരാഴ്ച കിട്ടുമോ? Will we get one more week? ഒരു ദിവസം കിട്ടുമോ? Will we get one more day? പറയാൻ നിവൃത്തിയില്ല. No, we cannot be sure. ഉറപ്പില്ല. We cannot be sure. അനുവദിക്കാം. Let us repent. മാനസാന്തരപ്പെടാം. Let us cry. ദൈവത്തോട് അടുത്തിയല്ല. Let us come closer to the Lord. നമുക്ക് സമ്മതിക്കാം. Let us accept all our shortcomings. ഇനിയുള്ള കാലം മുഴുവനും, Oh Lord, all the remaining ആയുഷ്കാലം മുഴുവനും all the remaining days of my life, സമർപ്പിക്കുന്ന പറയാം. behold, I commit myself to doing thy will. പാദപീഠത്തിലേക്ക് വരും നമുക്ക് പറയാം. Behold, I come to thy footstool. കുറവുകളെ ഞാൻ ഏറ്റുകൊള്ളും നമുക്ക് പറയാം. I accept my own കുറവുകളെ shortcomings. നടത്തണമേ നമുക്ക് അപേക്ഷിക്കാം. Hey, Master, rectify all my damage. കള്ള കാണിക്കണമേ എന്ന് അപേക്ഷിക്കാം. Hey, oh Lord, have compassion upon me. കഴുകണമേ നമുക്ക് പറയാം. Hey, oh Lord, cleanse me. ബലഹീനതകൾ സഹതാപം കാണിക്കണമേ നമുക്ക് പറയാം. Oh Lord, forgive and help me in all my weaknesses. എന്റെ വീഴ്ചകൾ ആവർത്തിക്കാതെ പോകുവാൻ ബലപ്പെടുത്തണമേ നമുക്ക് അപേക്ഷിക്കാം. Let us plead unto the Lord, strengthen me, whereby I should not fall. അറിയായ്മയുടെ കാലങ്ങളായി മണ്ണിൽ അനവധി നാളുകൾ പാഴാക്കി ഞാൻ. ഓ നിൻ സേവ ചെയ്തു ഞാൻ ജീവിക്കട്ടെ, എന്നെ നിന്നിഷ്ടം നിറവേറട്ടെ. ഇനി നിൻ സേവ ചെയ്തു ഞാൻ ജീവിക്കട്ടെ. ഓ പരിശുദ്ധനെ നിൻ പാദപീഠത്തെ നിന്നിൽ കേട്ടു വരുന്നു ഞാൻ. സമ്പൂർണമായ എന്നെ സമ്പൂർണ്ണ ഓ നിൻ ഗീതം പരിശുദ്ധനെ നിൻ പാദപീഠത്തെ നിന്നിൽ കേട്ടു വരുന്നു ഞാൻ. എന്നെ സമ്പൂർണമായി അറിയായ്മയുടെ കാലങ്ങളാൽ അനവധി നാളുകൾ പാഴാക്കി ഞാൻ. ഓ നിൻ സേവ ചെയ്തു ഞാൻ ജീവിക്കട്ടെ, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. സേവ ചെയ്തു ഞാൻ ജീവിക്കട്ടെ, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. എന്നില്ലയോ വിധ ഭാരങ്ങളും എന്നെ മുറുകെ ചേർന്നിടും. എന്നില്ലയോ വിധ ഭാരങ്ങളും എന്നെ മുറുകെ ചേർന്നിടും. ഓ എന്നില്ലയോ വിധ ഭാരങ്ങളും